നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. ആയുധ വ്യാപാരി ഒരുക്കിയ ഹണി ട്രാപ്പിൽ BJP MP വരുൺ ഗാന്ധി. BJPക്ക് ഇത് വരുൺ ലീലയോ രാജ്യദ്രോഹമോ? BJP MP വരുൺ ഗാന്ധിയുടെ ഹണി ട്രാപ്പിൻ്റേത് എന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തായി. ലൈംഗിക തൊഴിലാളികൾക്കൊപ്പം വരുൺ ഗാന്ധി അടുത്തിടപഴകുന്ന ദൃശ്യങ്ങൾ കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് രാജ്യത്തിൻ്റെ പ്രതിരോധ രഹസ്യങ്ങൾ വരുണിൽ നിന്ന് ചോർത്തിയെന്നായിരുന്നു ആരോപണം. ദേശീയ ഓൺലൈൻ മാധ്യമമായ നാരദ ന്യൂസ് ഓൺലൈനാണ് ചിത്രങ്ങൾ പുറത്തുവിട്ടത്. ഹണി ട്രാപ്പ് വിവാദത്തിൽ BJP ദേശീയ നേതൃത്വം തന്ത്രപരമായ മൗനം തുടർന്ന സാഹചര്യത്തിലുമാണ് ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ആൻഡ് വ്യൂസ് ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് MPമാരായ MB രാജേഷ്, MI ഷാനവാസ്, TG മോഹൻദാസ്, ഒപ്പം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ PV തോമസ് എന്നിവർ. ചർച്ചയിലേക്ക് കടക്കും മുമ്പ് ഒരു ചെറിയ ഇടവേളയിലേക്ക്. ശ്രീ TG മോഹൻദാസ്, ഒരു BJP MPയെ സംബന്ധിച്ചുണ്ടായിരിക്കുന്ന ഈ വിവാദ ചിത്രങ്ങളിലെ ധാർമ്മികതയെ സംബന്ധിച്ച് എന്ത് നിലപാടെടുക്കുന്നു എന്നത് ഒരു വശത്ത്, മറ്റൊന്ന് രാജ്യദ്രോഹപരം എന്ന് ഏതൊരു ദേശസ്നേഹിക്കും ഒറ്റ നോട്ടത്തിൽ തോന്നാവുന്ന ഒരു കാര്യം, ആയുധ വ്യാപാരിയുമായുള്ള ഇടപെടലിലൂടെ രാജ്യത്തെ പ്രതിരോധ രഹസ്യങ്ങൾ ചോർത്തിക്കൊടുത്തു എന്ന ആരോപണം, വ്യക്തമായൊരു കത്ത് പ്രധാനമന്ത്രിക്ക് ലഭിച്ച സാഹചര്യം. BJP ഒന്നും പറയുന്നില്ല, ഒരു നിലപാടും എടുക്കുന്നില്ല. ഇത് ശരിയോ? BJP നിലപാടെടുത്തില്ല എന്ന് പറയുന്നത് ശരിയല്ല ലാൽ. BJP പറഞ്ഞത് ഇപ്പോൾ പുറത്തു വന്ന കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വരുൺ ഗാന്ധി അതിലൊരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഈ പറഞ്ഞതിനെയൊക്കെ നിഷേധിക്കുന്നു. അതിനപ്പുറത്തേക്കുള്ള തെളിവുകളോ സംഗതികളോ ഒന്നും പുറത്ത് വന്നിട്ടുമില്ല. അതിലിപ്പോൾ പ്രശാന്ത് ഭൂഷണും അതുപോലെയുള്ള വലിയ ആൾക്കാരൊക്കെയാണ് ഇടപെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇപ്പോഴത്തെ ഗിവൺ സിറ്റുവേഷനിൽ വരുൺ ഗാന്ധിയെ വിശ്വസിക്കാനല്ലാതെ മറ്റ് മാർഗമൊന്നും കാണുന്നില്ല. അതുകൊണ്ട് പ്രൈമ ഫേസി വരുൺ ഗാന്ധിയുടെ എക്സ്പ്ലനേഷൻ അക്സെപ്റ്റ് ചെയ്തിട്ട് പാർട്ടി നിലപാടെടുത്തിരിക്കുന്നു. അനൗദ്യോഗികമായിട്ട് ഭൂപേന്ദ്ര യാദവ് എന്ന ജനറൽ സെക്രട്ടറിയെ ഇത് അന്വേഷിക്കാൻ നിയോഗിച്ചു എന്ന് അനൗദ്യോഗികമായിട്ട് വാർത്തയുണ്ട്. ഔദ്യോഗികമായിട്ട് പാർട്ടി അത് സ്ഥിരീകരിച്ചിട്ടില്ല. കാരണം പാർട്ടിയുടെ നിലപാട് ഇപ്പോൾ അന്വേഷിക്കാനൊന്നുമില്ല, ഇങ്ങനൊരു ഫോട്ടോയും ഇങ്ങനൊരു ആരോപണവും നിൽക്കുന്നു, അത് ഇദ്ദേഹം നിഷേധിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് അവസ്ഥ. ഇതൊരു എനിക്ക് തോന്നുന്നത് ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സ്ഥിതിക്ക് ഒരു ഡെവലപ്പിംഗ് സ്റ്റോറി ആയിട്ടാണ് എനിക്കിത് തോന്നുന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പിന്നാലെ വരുമായിരിക്കും എന്ന് വിചാരിക്കാം. കാരണം ഇത്തരം കഥകൾ ഒറ്റ ബോംബ് കൊണ്ട് നിൽക്കാറില്ല. പിന്നാലെ കാർപ്പറ്റ് ബോംബിംഗ് ആയിട്ട് ഇൻസ്റ്റാൾമെൻ്റൊക്കെ ആയിട്ടാണല്ലോ സാധാരണ ഇത് വരുന്നത്. നമ്മൾ ഇത്തരം കേസുകൾ ആദ്യമായിട്ടല്ലോ കാണുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വന്നാൽ കൂടുതൽ തീരുമാനിക്കാൻ പറ്റും. ഈ കത്ത് തന്നെ വ്യാജമാണ്, അതിനകത്ത് യാതൊന്നുമില്ല, വരുൺ ഗാന്ധി എല്ലാം നിഷേധിച്ചിട്ടുണ്ട് എന്ന് വളരെ ലാഘവത്തോടുകൂടി പറഞ്ഞ് BJPക്കും BJPയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും വിശ്വാസം തോന്നിയാൽ മതിയോ? രാജ്യത്തിൻ്റെ പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ അറിയാവുന്ന വരുൺ ഗാന്ധിയെ സംബന്ധിച്ച് ഇത്തരത്തിൽ ഒരു കത്ത് വരികയും അത് വിവാദമാകുകയും ദേശീയ മാധ്യമങ്ങളും ദേശീയ നേതാക്കളും അതിനെ സംബന്ധിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുകയും സത്യം അറിയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് അതിനെ സംബന്ധിച്ച് വ്യക്തമായി ഔദ്യോഗികമായി നിലപാടുകൾ രാജ്യത്തെ സർക്കാർ അറിയിക്കാത്തത്? അതല്ല അതിൻ്റെ വസ്തുത. ദേശീയ മാധ്യമങ്ങൾ ആരും തന്നെ ഈ ഇഷ്യൂ ടേക്കപ്പ് ചെയ്തിട്ടില്ല. അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ, വാസ്തവം ഇത്തരം ഫോട്ടോ മാസങ്ങൾക്ക് മുമ്പ് പ്രചരിച്ചിരുന്നു വരുൺ ഗാന്ധിയുടെ. ഇതാദ്യമായിട്ടല്ല ഈ ഫോട്ടോ പ്രചരിക്കുന്നത്. അന്ന് അത് സോഷ്യൽ മീഡിയയിൽ വെറുതെ ഫോട്ടോ ആയിട്ട് കളിച്ചു പോയി, ആരും മൈൻഡ് ചെയ്തില്ല. അതിനുശേഷം ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് വീണ്ടും ഈ ഫോട്ടോകൾ പ്രചരിപ്പിക്കപ്പെട്ടു. പഴയ ഫോട്ടോ തന്നെയാണ്, പക്ഷേ അതിന് ക്വാളിറ്റി കുറവാണ്, ഇങ്ങനെയൊക്കെയുള്ള അഭ്യൂഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഈ ബാക്കിയുള്ളവർ കയറി ഇടപെടുന്നത്, പ്രശാന്ത് ഭൂഷണമൊക്കെ. അപ്പോഴാണ് ആ ഇഷ്യൂ ഒന്ന് ലൈവായത്. അതുവരെ ശ്രീ TG മോഹൻദാസ്, അതല്ല അതിന്റെ യാഥാർത്ഥ്യം. മാസങ്ങൾക്ക് മുൻപ് തന്നെ അങ്ങ് പറഞ്ഞതുപോലെ ഈ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വന്നപ്പോൾ
കൈരളിക്കും ഇത് ലഭിച്ചിട്ടുള്ളതാണ്, പല മാധ്യമങ്ങൾക്കും ഇത് ലഭിച്ചതാണ്. ഒരാളുടെ വ്യക്തിപരമായ രീതിയിലുള്ള ചിത്രങ്ങൾ ഇത്തരം സ്വകാര്യ നിമിഷങ്ങളെക്കുറിച്ചുള്ളത് കൊടുത്ത് കച്ചവടമാക്കണ്ട എന്ന് കരുതിയായിരിക്കണം മാധ്യമങ്ങൾ മാന്യത പുലർത്തിയത്. പക്ഷേ ഇവിടെ ഇപ്പോൾ പുതിയ സാഹചര്യം അതല്ല. പ്രധാനമന്ത്രിക്ക് ഒരു ആഴ്ച മുമ്പ് ഒരു കത്ത് കിട്ടിയിരിക്കുന്നു. ഈ അഭിഷേക് വർമ്മയുമായി ബിസിനസ് പങ്കാളിത്തമുണ്ടായിരുന്ന ഈ എഡ്മണ്ട് അലൻ്റെ കത്തിൽ പറയുന്ന കാര്യങ്ങളാണ് രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളാകുന്നത്. അത് വരുൺ ഗാന്ധി ഈ ചിത്രങ്ങൾ വെച്ച് ബ്ലാക്ക് ചെയ്തപ്പോൾ രഹസ്യങ്ങൾ ചോർത്തി എന്നതാണ് വിഷയം. അതിൽ BJP അല്ലേ ആദ്യം ദേശസ്നേഹപരമായി ഇടപെടുന്ന പാർട്ടി എന്ന് നടിക്കുകയെങ്കിലും ചെയ്യുന്നത്? അവർ എന്തുകൊണ്ടാണ് നിലപാടെടുക്കാത്തത് എന്നാണ് രാജ്യം ചോദിക്കുന്നത്. ഈ നിലപാടെടുത്തിട്ടുണ്ട് ലാൽ. രാജ്യം ഇതൊന്നും ചോദിക്കുന്നില്ല, ഇരിക്കട്ടെ. ലാൽ ചോദിക്കുന്നു, ഞാൻ മറുപടി പറയുന്നു. എൻ്റെ അറിവിൽ എനിക്ക് കൃത്യമായ വിവരം കിട്ടിയിട്ടില്ല, ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അഭിഷേക് വർമ്മ ഇപ്പോൾ തന്നെ വാർ റൂം ലീക്കേജ് കേസിൽ ജയിലിലാണ്. 2013 മുതലോ മറ്റോ ആ മനുഷ്യൻ ജയിലിലാണ്. അയാളെ വരുൺ ഗാന്ധി അവിടെ പോയി കാണുകയോ എന്തെങ്കിലും ചെയ്തതായിട്ട് ഒരു വിവരമൊന്നുമില്ല. മാത്രവുമല്ല, ഈ പറയുന്ന മാതിരിയുള്ള രാജ്യരക്ഷാ സുരക്ഷാ രഹസ്യങ്ങൾ എന്തെങ്കിലും വരുൺ ഗാന്ധിയുടെ കയ്യിൽ എങ്ങനെ വന്നു എന്ന് മനസ്സിലാകുന്നില്ല. അദ്ദേഹം പാർലമെൻറ്റിലെ ചില കമ്മിറ്റിയിലെ മെമ്പറാണെന്നുള്ളത് ഒഴിച്ചാൽ ആ കമ്മിറ്റികളിലൊന്നും ഈ വാർ റൂം രഹസ്യങ്ങളോ യുദ്ധരഹസ്യങ്ങളോ ഒന്നും ചർച്ച ചെയ്യുന്ന കമ്മിറ്റികളല്ല. അത് സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റികളാണ്. പാർലമെൻറ്റിൽ ധാരാളം കമ്മിറ്റികളുണ്ട്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി, സിറ്റിംഗ് കമ്മിറ്റിയൊക്കെ ഉണ്ട്. അതുപോലത്തെ ഒരു കമ്മിറ്റിയാണ്. അപ്പോൾ ആ കമ്മിറ്റിയിൽ ഈ പറയുന്ന മാതിരി രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്യാറില്ല. അവരുടെ മുമ്പിൽ വരാറുമില്ല അത്തരം കാര്യങ്ങൾ. ബ്രോഡായിട്ടുള്ള പോളിസി മാറ്റേഴ്സാണല്ലോ കമ്മിറ്റികൾ തീരുമാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി വരുൺ ഗാന്ധി ഒന്ന് ഇത് ലീക്ക് ചെയ്ത് കൊടുക്കണമെന്ന് വിചാരിച്ചാൽ തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാവണ്ടേ? അങ്ങനെ ഉണ്ടായാൽ യാതൊരു ലക്ഷണവും കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനി അത് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും അതിന് നടപടി ഉണ്ടാവും, സംശയമൊന്നുമില്ല അക്കാര്യത്തിൽ. ഇപ്പോൾ ആസച്ച് നമ്മുടെ കയ്യിലിരിക്കുന്നത് ഈ ഫോട്ടോയും ഇത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് രഹസ്യങ്ങൾ ചോർത്തി എന്നൊരു ആരോപണവുമാണ്. ഏത് രഹസ്യം, ആർക്ക് ചോർത്തി, എപ്പോൾ ചോർത്തി, ഇതൊന്നും വ്യക്തമല്ല. പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിയ ഒരു കത്ത്, അതിനെ ഉപോത്ഫലകമായിട്ടുള്ള ചിത്രങ്ങൾ, പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ വന്ന ചിത്രങ്ങളും കത്തുമാണ് ഇപ്പോൾ ചോർന്നിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇങ്ങനെ ചോർന്നോ? പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇങ്ങനെ ചോരുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ്? പ്രധാനമന്ത്രി അറിയാതെ ഈ കാര്യങ്ങളൊക്കെ ചോരുമോ? അങ്ങനെ ചോരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം എന്താണ്? വരുൺ ഗാന്ധിയെക്കുറിച്ച് പ്രധാനമന്ത്രിക്ക് എന്തെങ്കിലും എതിർ അഭിപ്രായമുണ്ടോ? അദ്ദേഹം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആകണ്ട എന്ന് അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ആരെങ്കിലുമോ BJPയിലെ മുതിർന്ന നേതാക്കൾ ആരെങ്കിലുമോ കരുതുന്നുണ്ടോ? ഇങ്ങനെയുള്ള ഒട്ടേറെ ചോദ്യങ്ങളുണ്ട്. ഈ പറയുന്ന ചിത്രങ്ങളെക്കാൾ ആ ആരോപണങ്ങൾക്ക് ശക്തി കൂടുന്നത് 2010 മുതൽ ഡിഫൻസ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിലും പാർലമെൻറ്റിലെ തന്നെ ഈ പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും അംഗമാണ് വരുൺ ഗാന്ധി എന്നതുകൂടിയാണ്. അല്ല, ഇരിക്കട്ടെ. ഈ ചർച്ചയിൽ തുടക്കത്തിൽ ലാൽ പറഞ്ഞു 2 MP പറഞ്ഞു. ഞാൻ MP പോയിട്ട് പാർലമെൻറ്റിൻ്റെ മുറ്റത്തൂടെ പോലും ഞാൻ പോയിട്ടില്ല. ഇത്തരം രാജ്യസുരക്ഷാ കാര്യങ്ങൾ ഇത്തരം കമ്മിറ്റികൾ ചർച്ച ചെയ്യാറുണ്ടോ എന്ന് അവർ വ്യക്തമാക്കട്ടെ. എനിക്കറിഞ്ഞൂടെ, ഞാൻ സാധാരണക്കാരനാണല്ലോ. എൻ്റെ ഒരു ധാരണ, ഇത്തരം കമ്മിറ്റികളിൽ ഈ ടോപ്പ് സീക്രട്ട് ഒന്നും പോകാറില്ല. ഈവൻ ക്യാബിനറ്റ് മൊത്തം പോലും അറിയാറില്ല. അതിന് ക്യാബിനറ്റ് കമ്മിറ്റി പ്രധാനമായ കമ്മിറ്റികളിൽ പിടിച്ചിട്ടിട്ട് അതിന്റെ പുറത്ത് ഡിഫൻസ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റി എന്നൊക്കെ പേരൊക്കെ വെച്ച് അതിന്റെ സിറ്റിംഗ് ഫീയും ഒക്കെ കൊടുത്ത് ഇതിന്റെ പേരിൽ രാജ്യത്തെ MP-യുമായി BJPയുടെ നേതാവുമായി ലോകം മുഴുവൻ ചുറ്റാനുള്ള സാധ്യതയും ഒരുക്കി കൊടുത്തുകൊണ്ട് ഈ വരുൺ ഗാന്ധിയെ ഇങ്ങനെ തീറ്റിപ്പോറ്റി ഈ ചീത്തപ്പേര് എന്തിനാണ് രാജ്യം ഉണ്ടാക്കിയെടുത്തത്? അല്ല, അത് വരുൺ ഗാന്ധിയെ ജയിപ്പിച്ച് ജനങ്ങളോട് ചോദിക്കണം. എന്തൊക്കെയല്ല ഈ പറയുന്നത്? എന്ത് തീറ്റിപ്പോറ്റി, എവിടെ എന്ത് ചെയ്തു എന്നാണ്. സാധാരണ MP-മാർക്ക് കിട്ടുന്ന കാശൊക്കെ വരുൺ ഗാന്ധിക്കും കിട്ടുന്നുള്ളൂ. വരുൺ ഗാന്ധിക്ക് സ്പെഷ്യൽ എന്തെങ്കിലും കൊടുക്കുന്നുണ്ട്. പക്ഷേ സാധാരണ MP-മാർ ചെയ്യുന്ന കാര്യങ്ങളല്ല അദ്ദേഹം ചെയ്തത് എന്നാണ് ഇപ്പോൾ കത്തിലും ചിത്രങ്ങളിലും ഉള്ളത്. ഞാൻ തിരിച്ചു വരാം. ശ്രീ MP രാജേഷ്, ശ്രീ TG മോഹൻദാസ് MP അല്ലാത്തത് കൊണ്ട് കുറേ കാര്യങ്ങളിൽ അറിവിന്റെ കുറവുണ്ടെന്ന് അദ്ദേഹം തന്നെ തുറന്ന് സമ്മതിക്കുന്നു. താങ്കൾക്ക് അതൊന്ന് തിരുത്തി കൊടുക്കേണ്ടതുണ്ട്. ഈ പറഞ്ഞു കേട്ടത് അത്രയും വെച്ച് എന്താണ് രാജ്യത്തെ പരമോന്നത സഭയായ ലോക്സഭയിലെ അംഗം കൂടിയായ ശ്രീ MP രാജേഷ് ഈ കാര്യത്തോട് പ്രതികരിക്കുന്നത് എങ്ങനെ?
സമയം ശ്രീ ടി ജി മോഹൻദാസ് ഞാൻ ഒരു സാധാരണക്കാരനാണെന്ന് വിനയാന്വിതനായി തീരുകയും മറുഭാഗത്ത് ഒരു സംശയവുമില്ലാതെ ആധികാരികമായിട്ട് അദ്ദേഹം പറയുന്നു ഇതൊക്കെ വളരെ അപ്രധാനമായിട്ടുള്ള കമ്മിറ്റികളാണ്. ഇങ്ങനെ കുറേ കമ്മിറ്റികൾ, അദ്ദേഹം പറഞ്ഞത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി, സിറ്റിംഗ് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് കുറേ കമ്മിറ്റികളുണ്ട് എന്നാണ്. ആദ്യം തന്നെ വ്യക്തമാക്കട്ടെ, എന്തായാലും സിറ്റിംഗ് കമ്മിറ്റി പാർലമെൻറ്റിലില്ല. രണ്ട് തരം കമ്മിറ്റികളാണുള്ളത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയും. ഇവിടെ അദ്ദേഹം വളരെ ആധികാരികമായിട്ട് പറഞ്ഞു ഈ കമ്മിറ്റികളുടെ മുമ്പിൽ ഗൗരവമുള്ള ഒരു പ്രശ്നവും വരില്ല എന്നുള്ളത്. അത് യഥാർത്ഥത്തിൽ പാർലമെന്ററി സംവിധാനത്തിലെ ഈ കമ്മിറ്റികളുടെ പങ്കിനെയും ഇകഴ്ത്തി കാണിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹം രണ്ടാമത് പറഞ്ഞത് അദ്ദേഹത്തിന് വലിയ പിടിപാടില്ല എന്ന് പറഞ്ഞ് സ്വാഭാവികം, അദ്ദേഹം MP അല്ലാത്തതുകൊണ്ട്. MP ആവുന്നതിന് മുമ്പ് എനിക്കും അതിനെക്കുറിച്ച് വലിയ പിടിപാടുണ്ടായിരുന്നില്ല. അത് പറഞ്ഞത് മനസ്സിലാക്കാം. പക്ഷെ ആധികാരികമായിട്ട് ഇതിലൊന്നും ഒരു ഗൗരവമുള്ള കാര്യവും ചർച്ചയ്ക്ക് വരില്ല എന്ന് പറയുന്നത് തെറ്റായ കാര്യമാണ്. അത് അദ്ദേഹം അംഗീകരിക്കുകയും തിരുത്തുകയും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ യഥാർത്ഥത്തിൽ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ മുമ്പിൽ വരുന്ന കാര്യങ്ങളെല്ലാം കോൺഫിഡൻഷ്യലാണ്. ഗൗരവമുള്ള കാര്യങ്ങൾ വരും. എത്രത്തോളം ഗൗരവമുള്ളത് എന്നത് വേറെ വിഷയം. ഒരുപക്ഷെ ഇവിടെ ആയുധ കച്ചവടക്കാർക്ക് ചോർത്തിക്കൊടുത്തു എന്നാണ്. തീർച്ചയായും ആയുധ കച്ചവടക്കാർക്ക് പ്രയോജനം ചെയ്യുന്ന ഇന്ത്യയുടെ പ്രതിരോധ സംബന്ധമായ കാര്യങ്ങൾ പരിശോധിക്കാനുള്ള അവകാശം പാർലമെന്ററി കമ്മിറ്റിക്കുണ്ട്. പ്രതിരോധ സെക്രട്ടറി, പ്രതിരോധ വകുപ്പിലെ ഉദ്യോഗസ്ഥർ, ഇവരെയെല്ലാം വിളിച്ചു വരുത്തി മൊഴിയെടുക്കാൻ അധികാരമുള്ള കമ്മിറ്റിയാണ്. ആ എല്ലാ ഗൗരവമുള്ള പ്രശ്നങ്ങളും കമ്മിറ്റിയുടെ മുമ്പിൽ വരും. ആ കമ്മിറ്റിക്ക് റെക്കമെൻഡേഷൻസ് കൊടുക്കാം, ശുപാർശകൾ കൊടുക്കാം. ശുപാർശകളെല്ലാം സർക്കാർ അംഗീകരിക്കണമെന്നില്ല. പക്ഷേ ആ ശുപാർശ ചെയ്ത കാര്യങ്ങൾ ഏതെല്ലാം അംഗീകരിച്ചു, അല്ലെങ്കിൽ അംഗീകരിക്കാത്തത് എന്തുകൊണ്ട് എന്ന് ഗവൺമെന്റ് നടപടി സ്വീകരിച്ച റിപ്പോർട്ട് കൊടുക്കേണ്ടതാണ്. എന്തുകൊണ്ട് ഇന്ന ശുപാർശകൾ അംഗീകരിക്കുന്നില്ല? അപ്പോൾ പാർലമെന്ററി കമ്മിറ്റികൾ അങ്ങനെ ഒരധികാരവുമില്ലാത്തതല്ല, പിന്നെ ഒരു കാര്യവും വരാത്തതുമല്ല. പ്രത്യേകമായിട്ട് പറയുന്ന കാര്യം, പാർലമെന്ററി കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ, പാർലമെന്ററി കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വരുന്ന രേഖകൾ, വിവരങ്ങൾ, ഇത് പുറത്ത് പറയാൻ പാടില്ല എന്നത് എല്ലാ MP-മാർക്കും കൃത്യമായിട്ടുള്ള നിർദ്ദേശമുള്ളതാണ്. കോൺഫിഡൻഷ്യലായി ട്രീറ്റ് ചെയ്യേണ്ടതാണ് ഡോക്യുമെന്റ്സ് എല്ലാം എന്നത്. അത് പ്രതിരോധ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ മാത്രമല്ല, ഏത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടേതും. വളരെ പ്രധാനപ്പെട്ട പോളിസി ഇഷ്യൂസ് മാത്രമല്ല, വിശദാംശങ്ങൾ, ഡാറ്റ, ഇതെല്ലാം പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ മുമ്പിൽ വരുന്നതുമാണ്. ഞാൻ പാർലമെന്റിന്റെ പല സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലും 7 വർഷമായിട്ട് അംഗമായിരുന്ന ഒരാളാണ്. പെട്രോളിയം സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ, ഇപ്പോൾ ഊർജ്ജകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ, കുറച്ചു കാലം വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ മുമ്പിൽ രേഖകളായിട്ട് വരും. മാത്രമല്ല, ഏത് കാര്യവും പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് ചോദിക്കാം ഉദ്യോഗസ്ഥന്മാർ. MP രാജേഷ്, ഒരു സംശയം ചോദിച്ചുകൊള്ളട്ടെ. താങ്കൾ ഈ പെട്രോളിയം സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ അംഗമായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് താങ്കൾ ആ പാർലമെന്റിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ആ കാര്യത്തിന് വേണ്ടി പല ചർച്ചകളിലും പങ്കെടുത്തിട്ടുണ്ടാകാം. അതിൽ വരുന്ന കാര്യങ്ങൾ, അവിടെ പരിശോധിക്കുന്ന രേഖകൾ, അതൊക്കെ ഈ പെട്രോളിയം കമ്പനികൾക്ക് താങ്കൾ ചോർത്തി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് പ്രയോജനം ചെയ്യുന്നതാണോ? തീർച്ചയായും പ്രയോജനം ചെയ്യുന്ന രേഖകളുണ്ട്. എല്ലാം അങ്ങനെ ആവണമെന്നില്ല. പ്രയോജനം ചെയ്യുന്ന രേഖകളും ഉണ്ടാകും. അതാണല്ലോ ഈ ലോബിയിങ് പലരും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പല കുത്തക കമ്പനികളും ലോബിയിങ് നടത്തുന്നുണ്ട്, ആയുധ കച്ചവടക്കാരും നടത്തുന്നുണ്ട്. ഈ ബന്ധപ്പെട്ട കമ്മിറ്റികളിൽ ഉള്ളവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുക, അത്തരം കാര്യങ്ങൾ നടത്തുന്നത് എന്തുകൊണ്ടാണ്? ഇതിനു വേണ്ടിയിട്ടാണ്. ഇത്തരം രേഖകൾ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ മാത്രം കിട്ടുന്ന രേഖകളുണ്ട്, അത് ലഭ്യമാവുന്നതിന് വേണ്ടി ലോബിയിങ്ങും മറ്റുമൊക്കെ നടക്കാറുണ്ട്. അതെല്ലാം ഇതിനു മുമ്പും അത്തരത്തിലുള്ള ആക്ഷേപങ്ങളെല്ലാം പലരെക്കുറിച്ചും ഉയർന്നു വന്നിട്ടുള്ളതുമാണ്. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക്. ശരി, അങ്ങനെയാണെങ്കിൽ ഈ പ്രതിരോധ കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിൽ അംഗം കൂടിയായ വരുൺ ഗാന്ധിയെ സംബന്ധിച്ച് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ആരോപണങ്ങൾ, പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്നു എന്ന് പറയുന്ന കത്ത്, ഇതൊക്കെ പുറത്തേക്ക് വന്നിട്ടുള്ളതാണ്. ഇത് എത്രത്തോളം ഗൗരവമുള്ളതാണ്? ഇതിനെ സംബന്ധിച്ചുള്ള സർക്കാരിന്റെ പ്രതികരണത്തിൽ നിങ്ങൾ തൃപ്തരാണോ? ഇപ്പോൾ വന്നിട്ടുള്ള വിഷ്വൽസ്, ഫോട്ടോ, ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് എത്രത്തോളം ആധികാരികമാണ് എന്ന കാര്യം വ്യക്തമാവട്ടെ, തെളിയട്ടെ. ഇന്നത്തെ കാലത്ത്, സാങ്കേതിക വിദ്യയുടെയൊക്കെ കാലത്ത്, ഒരു ഫോട്ടോ വന്നു എന്നതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഒരു ദൃശ്യം വന്നു എന്നതിൻ്റെ പേരിൽ എടുത്തു ചാടി ഞാനിപ്പോൾ കാര്യത്തിലൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഗൗരവമായിട്ടുള്ള 1-2 പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഈ പരാതിയും ഈ വിഷ്വൽസും ഫോട്ടോയും എല്ലാം പ്രധാനമന്ത്രിയുടെ ഓഫീസിനാണ് അയച്ചു കൊടുത്തത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിന് അയച്ചു കൊടുത്ത കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെവിടുന്ന് പോയി എന്ന് തീർച്ചയായിട്ടും അന്വേഷണം നടത്തേണ്ടതാണ്. സാധാരണ
ഒരാളെക്കുറിച്ച് ആണെങ്കിൽ തന്നെ ഗൗരവമുള്ള കാര്യമാണ്. MP യെ കുറിച്ചാവുമ്പോൾ അത് വ്യാജമാണെങ്കിൽ വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണല്ലോ. അതും പ്രധാനമന്ത്രിയുടെ ഓഫീസിന് ലഭിച്ച രേഖകൾ ചോർന്ന് പുറത്തു വരുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നല്ലെങ്കിൽ അത് കണ്ടെത്തേണ്ടതാണ്. അന്വേഷണം നടത്തണം. ഗവൺമെന്റ് മൗനം പാലിക്കുന്നത് വളരെ വിചിത്രവും ദുരൂഹവുമായിട്ടാണ് തോന്നുന്നത്. ഇത്ര ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉയർന്നു വന്ന്, ഞാനിപ്പോഴും പറയുന്ന ഒരു ആരോപണം ഉയർന്നു വന്നിട്ട് ഗവൺമെന്റ് മൗനം പാലിക്കുന്നതാണ് സംശയം സൃഷ്ടിക്കുന്നത്. ഒന്നുകിൽ പ്രധാനമന്ത്രി കാര്യാലയം അന്വേഷണത്തിന് ഉത്തരവിടണം. ഇതിന്റെ ഉറവിടത്തെ സംബന്ധിച്ച് വ്യാജമാണെങ്കിൽ അതിനെക്കുറിച്ച് ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ പുറത്തു കൊണ്ടുവരണം. മൗനം പാലിക്കുന്നു ഒന്ന്. രണ്ടാമത്തേത്, നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതും ഏതാണ്ട് നമുക്ക് മനസ്സിലായതും BJPയുടെ വക്താക്കളാരും വരുൺ ഗാന്ധിയെ പ്രതിരോധിക്കാൻ തയ്യാറാവുന്നില്ല. ശ്രീ TG മോഹൻദാസ് ഉത്സാഹത്തോടു കൂടി പ്രതിരോധിക്കുന്നത് പോലെ എന്തുകൊണ്ട് BJPയുടെ ദേശീയ നേതൃത്വം പ്രതിരോധിക്കാൻ തയ്യാറാവുന്നില്ല? ഇപ്പോൾ എന്തോ ചീഞ്ഞു നാറുന്നു, ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞു നാറുന്നു എന്ന ചൊല്ലുണ്ടല്ലോ, അതുപോലെ എന്തോ ചീഞ്ഞു നാറുന്നു എന്ന് അവർ സംശയിക്കുന്നത് കൊണ്ടോ ഭയപ്പെടുന്നത് കൊണ്ടോ ഇതിലും വലുത് നാളെന്തോ വരാനിരിക്കുന്നു എന്ന ആശങ്കയുള്ളത് കൊണ്ടോ ആണോ ഇങ്ങനെ അവർ പ്രതിരോധിക്കാൻ തയ്യാറാവാത്തതും മൗനം പാലിക്കുന്നതും? ഞാൻ തിരിച്ചു വരാം. മൂന്നാമത്തെ കാര്യം ശ്രീ രാജേഷ് അതുകൂടെ പൂർത്തിയാക്കും. ഗൂഢാലോചന നടന്നു എന്ന് പറയുന്നുണ്ട്. ശ്രീ TG മോഹൻദാസ് ആണ് UP തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഗൂഢാലോചന സിദ്ധാന്തം, കോൺസ്പിറസി തിയറി ഇവിടെ അവതരിപ്പിച്ചത്. എന്നാൽ ഗൂഢാലോചന നടന്നതെവിടെ നിന്ന്? പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ലഭിച്ച കാര്യങ്ങൾ ചോരുമ്പോൾ, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട രേഖകളും പരാതികളും ചോരുന്ന സമയത്ത് ഗൂഢാലോചന സിദ്ധാന്തം കൂടി ഉയർന്നു വരുമ്പോൾ ആ ഗൂഢാലോചനയുടെ ഉറവിടം ഏത് എന്ന് ന്യായമായിട്ടും സംശയിക്കേണ്ടതല്ലേ? പ്രധാനമന്ത്രിയുടെ ഓഫീസാണെന്നൊന്നും ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് വെറും കൈയോടെ പറയുകയല്ല. പക്ഷെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൂടിയാണോ എന്ന സംശയം ആർക്കെങ്കിലും തോന്നിയാൽ ആ സംശയം ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്വം പ്രധാനമന്ത്രിയുടെ ഓഫീസിനില്ലേ? BJPയുടെ ദേശീയ നേതൃത്വത്തിനില്ലേ? BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഒരാൾ, അമിത്ഷായും വരുൺ ഗാന്ധിയും ഒരേ തസ്തികയിലാണ് നേരത്തെ ഇരുന്നത്, ഒരേ പദവിയിലാണ് ഇരുന്നത്. ഇപ്പോൾ അമിത്ഷാ പ്രസിഡന്റ് ആവുന്നു. അത്ര ഉന്നതമായിട്ടുള്ള പദവിയിലിരുന്ന ഒരു BJP നേതാവിനെതിരെ ഇത്രയേറെ ഗുരുതരമായ ആരോപണങ്ങൾ വന്നിട്ട് ഞങ്ങൾ പ്രതികരിക്കില്ല, ഞങ്ങൾ മൗനം പാലിക്കുന്നു, ഞങ്ങൾ അന്വേഷിക്കുകയുമില്ല എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? ഞാൻ തിരിച്ചു വരാം. ശ്രീ PV തോമസ്, ഇപ്പോ ഈ വിഷയത്തിൽ BJP എടുത്തിരിക്കുന്ന നിലപാടിൽ ദുരൂഹത ഒട്ടേറെ പേർ കാണുന്നുണ്ട്. എന്താണ് ഡൽഹിയിൽ നിന്ന് താങ്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇതൊരു രാജ്യദ്രോഹ പ്രശ്നമായിട്ട് BJP കാണുന്നില്ലേ? അതോ ഇത് അവരുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിലെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ തന്ത്രപരമായ ചില കളികളുടെ ഭാഗമായിട്ടുള്ളതാണോ? വരുൺ ഗാന്ധിയെ ഒതുക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസും BJP അധ്യക്ഷനുമൊക്കെ കളിക്കുന്നതായിട്ടാണോ കാണേണ്ടത്? അതോ യഥാർത്ഥത്തിൽ ആയുധ കച്ചവടവുമായുള്ള ബന്ധത്തിൻ്റെ ശരിക്കുള്ള തെളിവുകൾ അതിൻ്റെ സ്വാഭാവികമായ അർത്ഥത്തിലേക്ക് പുറത്തു വരികയാണോ? ഞാൻ ആയുധ കച്ചവടത്തെ കുറിച്ചല്ല ഞാൻ പറയാൻ പോകുന്നത്. അതായത് BJP ഇതുവരെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ UPയിൽ പ്രൊജക്ട് ചെയ്തിട്ടില്ല. ഇദ്ദേഹം ഈ നമ്മുടെ വരുൺ ഗാന്ധി അതിന്റെ ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ ആ സാധ്യത നശിപ്പിക്കാൻ വേണ്ടി പാർട്ടിക്കുള്ളിൽ നിന്നും, അത് ഡിഫൻസ് മിനിസ്ട്രിക്ക് അറിയാമല്ലോ നമുക്ക്, ആരെങ്കിലും ചെയ്തതാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ബലമായ സംശയമുണ്ട്. അദ്ദേഹത്തെ നശിപ്പിക്കുക. പക്ഷേ ഇദ്ദേഹം ചെയ്തിരിക്കുന്ന, ഇദ്ദേഹത്തിന്റെ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ കൈരളി TVയിലെ ഈ ഫോട്ടോസ് എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടി കൂട്ടി വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു രാഷ്ട്രീയ കുതന്ത്രമാണ്. അതുപോലെ തന്നെ ഈ വ്യക്തിയെ തേജാവധം ചെയ്യാനുള്ള ഒരു ശ്രമം കൂടിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഒരു കാരണവശാലും ഇത് നമ്മൾ അതേപോലെ വിശ്വസിക്കാൻ പാടില്ല. ഇതിൽ അന്തർധാരകളുണ്ട്, അടിയൊഴുക്കുകളുണ്ട്. ഒരു സംശയമില്ലാത്ത കാര്യമാണ് ആ കാര്യം. ശ്രീ PV തോമസ്, അതായത് താങ്കൾ പറഞ്ഞു വരുന്നത് ഈ ആയുധ ഇടപാടുമായി ബന്ധപ്പെട്ട് അതിലെ ഇടനിലക്കാർ ഈ ചിത്രങ്ങൾ ഉപയോഗിച്ച് വരുൺ ഗാന്ധിയെ സ്വാധീനിച്ച് പ്രതിരോധ രഹസ്യങ്ങൾ ചോർത്തിയിട്ടുണ്ടാകാം. അത് വേറൊരു കാര്യമാണ്. അത് പക്ഷേ ഇപ്പോൾ പുറത്തു വരികയും ഈ രീതിയിൽ ഇപ്പോൾ മാധ്യമങ്ങളിൽ ചർച്ചയാകുകയും ചെയ്യുന്ന ഒരു ഘട്ടം പരിശോധിക്കുമ്പോൾ അത് BJPയുടെ ആഭ്യന്തര രാഷ്ട്രീയവുമായി, വരുൺ ഗാന്ധിയെ എതിർക്കുന്നവരുടെ രാഷ്ട്രീയവുമായി കൂട്ടിച്ചേർത്ത് വായിക്കണം എന്നാണോ? അതെ, BJPയുടെ ആഭ്യന്തര രാഷ്ട്രീയമൊന്നുമല്ല, ഇത് ഇന്ത്യയുടെ രാഷ്ട്രീയം തന്നെയാണ്. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, എന്തുകൊണ്ട് ഇപ്പോൾ പുറത്തു വരുന്നു? അത് വരുൺ ഗാന്ധിയെ UPയിലെ ഒതുക്കാൻ വേണ്ടിയാണോ എന്നുള്ള കാര്യം നമ്മൾ അറിയണം. അതുപോലെ തന്നെ വേറെന്തുകൊണ്ടാണ് നേരത്തെ വന്നിട്ടില്ല?
അപ്പം ഇത് ഹണി ട്രാപ്പ് എന്ന് പറയുന്നത് നടന്നിരിക്കാം, പക്ഷെ ആരാണ് ലീക്ക് ചെയ്ത് കൊടുത്തത് അത് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഞാനിതിൽ ഹണി ട്രാപ്പ് സംഭവിച്ചിരിക്കാം, കാരണം ഫോട്ടോസ് വരുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ചൊന്നും ഇതില്ല. പക്ഷെ ആര് ലീക്ക് ചെയ്ത് കൊടുത്തു, എന്താണ് രാഷ്ട്രീയ ലാഭം, എന്താണ് രാഷ്ട്രീയ ഉദ്ദേശം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ എം ഐ ഷാനവാസ് MP. ശ്രീ ഷാനവാസ്, ഇപ്പോൾ BJP-യുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ പ്രതികരണങ്ങൾ ഒന്നും വരുന്നില്ല. ഇത് എന്ത് രീതിയിലാണ് രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് ഇതിനെ കാണുന്നത്? ഇതുവരെ ഡൽഹിയിലും വലിയ ചർച്ചയായി ഈ കാര്യത്തെക്കുറിച്ച് ഈ യോഗേന്ദ്ര യാദവോ അല്ലെങ്കിൽ പ്രശാന്ത് ഭൂഷണോ ഒക്കെ കൊണ്ടുവന്നതല്ലാതെ മറ്റാരും ഇറങ്ങിയില്ല എന്നും ഒരു നിരീക്ഷണമുണ്ട്. അതുകൂടിയാണ് BJP-യുടെ ഒരു ധൈര്യമായി ഇപ്പോൾ കാണുന്നത്. എന്താണ് കോൺഗ്രസ് ഈ കാര്യത്തിൽ മൗനം പാലിക്കുകയാണോ ഇപ്പോൾ? നമ്മുടെ രാജ്യരക്ഷാ രഹസ്യങ്ങള് ചോർന്നു എന്ന വാർത്ത ശരിയാണ് എങ്കിൽ വളരെ ഗുരുതരമായ മാപ്പിക്കാത്ത ഒരു കുറ്റമാണ്. ശ്രീ വരുൺ ഫിറോസ് ഗാന്ധിയെ കുറിച്ച് പ്രചരിപ്പിക്കുന്ന ചിത്രങ്ങളും വാർത്തകളും ശരിയാണോ അല്ലയോ എന്ന് പറയുവാൻ ഞാൻ ആളല്ല. അതിന്റെ ഓതന്റിസിറ്റി മനസ്സിലാക്കാതെ എന്നോടൊപ്പം പാർലമെന്റിൽ MP ആയ ഒരു വ്യക്തിയെ കുറിച്ച് ഞാൻ പ്രതികരിക്കുന്നതും ശരിയല്ല. ഡിഫൻസ് രഹസ്യങ്ങൾ മുഴുവൻ കാത്തു സംരക്ഷിക്കേണ്ടത് ആര് കൈവശം വന്നു ചേർന്നാലും കാത്തു സംരക്ഷിക്കേണ്ടത് ഓരോ ഭാരതീയന്റെയും കടമയാണ്. നമ്മൾ ഉടൻ കയറി പ്രതികരിക്കാൻ സമയമായി എന്ന് എനിക്ക് തോന്നുന്നില്ല. 2-3 ദിവസം കൂടി കാത്തിരുന്നു കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ ഷാനവാസ്, താങ്കൾ പറഞ്ഞു വരുന്നത് വച്ച് ഈ ആയുധ വ്യാപാരത്തിൻ്റെ കാര്യത്തിൽ ഒരു BJP MP ഇടപെട്ടു എന്നുള്ളതിനപ്പുറം, അതിനെക്കുറിച്ച് BJP സർക്കാർ മൗനം പാലിക്കുന്നു എന്നതിൽ ഒരു ആവശ്യം ഉന്നയിക്കുന്നതിനപ്പുറം വരുൺ ഫിറോസ് ഗാന്ധിക്ക് മേൽ BJP കാണുന്ന ഒരു വിവേചനം, അദ്ദേഹത്തെ ഉയരാൻ അനുവദിക്കാത്ത ഒരു നിഗൂഢമായ രാഷ്ട്രീയം എന്നാണോ താങ്കൾ കാണുന്നത്? അതൊന്നും ഞാനിപ്പോ പറയാനാളല്ല. ഈ വിഷയം പിന്നെ വരുൺ ഫിറോസ് ഗാന്ധിയെ BJP-യുടെ നേതൃത്വത്തിൽ നിർത്തണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ആ പാർട്ടിയാണ്. ഈ വിഷയത്തിൽ ഇതൊന്നുമായി ബന്ധപ്പെടുത്തി ഇപ്പോൾ അഭിപ്രായ പ്രകടനം നടത്തുന്നത് അഭംഗിയാണ്, ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അതിനകത്ത് ഒരു കാര്യം കൂടി ഉണ്ട് ശ്രീ എം ഐ ഷാനവാസ്. അതായത് 2010 ഇദ്ദേഹം പാർലമെന്റിലെ ഈ ഡിഫൻസ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിൽ വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2010 മുതൽ അതിൽ അംഗമാണ്. 2010 രാജ്യം ഭരിച്ചിരുന്നത് UPA സർക്കാരുമാണ്. ഞാനിത് മനഃപൂർവ്വം കണക്ട് ചെയ്യുന്നതല്ലോ, ഈ ചോദ്യം വരാമല്ലോ. അന്ന് മുതൽ അന്നത്തെ രാജ്യത്തെ പ്രതിരോധ ഇടപാടുകൾ മുതൽ ഈ ബന്ധം വരുൺ ഫിറോസ് ഗാന്ധിക്ക് ഉണ്ട്. അത് കോൺഗ്രസ് വിലയിരുത്തുന്നുണ്ടോ? ഉണ്ടെന്ന് ഞാൻ പറയുന്നതല്ലേ. നമ്മളൊരു വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ എടുത്ത് ചാടുന്നതിനാണ്. നിങ്ങളൊന്ന് ക്ഷമിക്കും. 2-3 ദിവസം എനിക്ക് വരുൺ ഫിറോസ് ഗാന്ധിയോട് പ്രത്യേകിച്ച് താല്പര്യമില്ല. BJP-യെ ഞാൻ ഏറ്റവും അധികം എതിർക്കുന്ന പ്രസ്ഥാനമാണ്. ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ചാനലിൽ മാധ്യമങ്ങളിൽ വന്നു എന്നതുകൊണ്ട് എടുത്തു ചാടാനും ഞാൻ എന്തായാലും ഇല്ല. ശരി ശ്രീ എം ഐ ഷാനവാസ്, പക്ഷേ താങ്കൾ കാത്തിരിക്കുന്നത് ആരുടെ പ്രതികരണമാണ്? രാജ്യത്ത് ഇത്തരത്തിലൊരു സംഭവം നടക്കുമ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട സർക്കാർ അതല്ലെങ്കിൽ പ്രധാനമന്ത്രിയാണ് പ്രതികരിക്കേണ്ടത്, BJP ആണ് ഇതിനകത്ത് പ്രതികരിക്കേണ്ടത്. ആ പ്രതികരണത്തിന് വേണ്ടിയാണോ താങ്കൾ 2-3 ദിവസം വെയിറ്റ് ചെയ്യുന്നത്, അതോ താങ്കൾക്ക് വേറെ പഠിക്കാനുണ്ടെന്നാണോ പറയുന്നത്? രാജ്യരക്ഷാ മന്ത്രി അഭിപ്രായം പറയണം, കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അഭിപ്രായം പറയണം, പ്രധാനമന്ത്രി അഭിപ്രായം പറയണം, കോൺഗ്രസിന്റെ ഔദ്യോഗികമായ നയവും പ്രഖ്യാപിക്കപ്പെടണം. എങ്കിലേ എനിക്ക് ഇതിന്റെ അകത്ത് ഒരു അഭിപ്രായം പറയാൻ സാധിക്കും. ശരി, ഞാൻ തിരിച്ചു വരാം. അങ്ങേ ബന്ധപ്പെടാൻ വീണ്ടും വരേണ്ടി വരുന്ന സമയത്ത് അങ്ങയിലേക്ക് തിരിച്ചെത്താം. ശ്രീ TG മോഹൻദാസ്, പല സംശയങ്ങളാണ് ഇതിനകത്തുള്ളത്. അങ്ങേക്ക് ഏറ്റവും ആദ്യം പ്രതികരിക്കേണ്ടി വരുന്നത് ഇപ്പോഴും നേരത്തെ MP രാജേഷ് ഉന്നയിച്ച ആ ഭാഗത്ത് നിന്ന് തന്നെയാണ്.
BJPയുടെ ഒരു പ്രതികരണം ഈ കാര്യത്തിൽ വളരെ വൈകുന്നു. എന്തുകൊണ്ട്? സാധാരണക്കാരെല്ലാം ചോദിക്കുന്നത് അതാണ്. രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ BJP സംഘപരിവാർ ശക്തികളൊക്കെ തന്നെ ഇടപെടുന്ന ഒരു ശീലമുണ്ട്, ശൈലിയുണ്ട്. ആ ഭാഗത്ത് ഇപ്പോൾ നിശബ്ദതയാണ് എന്നുള്ളതിന് എന്ത് മറുപടിയാണ് പറയാനുള്ളത്? അല്ല, ഞാനിത് എത്ര തവണ ആവർത്തിക്കണം എനിക്കറിഞ്ഞുകൂടാ. BJP കൃത്യമായിട്ട് പറഞ്ഞു, അണ്ടർ ഗിവൺ സിറ്റുവേഷൻ വരുൺ ഗാന്ധിയുടെ മോഹൻദാസ് ഞാൻ ആദ്യത്തെ ഘട്ടത്തിൽ ഇടപെട്ടപ്പോൾ തന്ന ആ ഒരു പതിഞ്ഞ നിലപാട് ഇപ്പോൾ ഞാൻ എടുക്കുന്നില്ല. കാരണം നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ഇതിനകത്ത് ഉത്തരം കിട്ടേണ്ടതുണ്ട്. ശ്രീ TG മോഹൻദാസിനെ എളുപ്പമാക്കുകയാണ്. എന്തുകൊണ്ടാണ് സംഘപരിവാർ ശക്തികളുടെ പഴയ ശൈലി ഇല്ല ഈ കാര്യത്തിൽ എന്ന് പറയാൻ കാരണമെന്ന് വെച്ചാൽ, JNU സംഭവം വന്നപ്പോൾ, ഹൈദരാബാദിലെ പല കാര്യങ്ങൾ വന്നപ്പോൾ, ഹരിയാനയിലെ പല കാര്യങ്ങൾ വന്നപ്പോൾ, മഹാരാഷ്ട്രയിലെ സേനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ കണ്ടത് എന്താണെന്നുള്ളത് അറിയാം. വലിയ ആവേശത്തോടു കൂടി BJPയുടെ വക്താക്കൾ പ്രതികരിക്കുന്നത് കണ്ടു. ഇന്ന് അങ്ങയുടെ ശരീരഭാഷയിൽ പോലും വളരെ തണുപ്പാണ് ശ്രീ TG മോഹൻദാസ്. താങ്കൾക്ക് പോലും അത് സംഭവിച്ചിരിക്കുന്നു, പറയാതെ വയ്യ. എനിക്കെന്തെങ്കിലും സംഭവിച്ചു എന്ന് ലാൽ ധരിക്കുകയാണെങ്കിൽ ധരിച്ചോളൂ, എനിക്കതിൽ വിരോധമൊന്നുമില്ല. ലാൽ എന്താ വിചാരിച്ചാൽ ആരെങ്കിലും ഒരു ചിത്രം വീശി കാണിക്കുമ്പോൾ ഞങ്ങളെല്ലാം കൂടെ ബഹളം വയ്ക്കണമെന്നോ? നടക്കുന്ന കേസല്ല. മാത്രവുമല്ല, വരുൺ ഗാന്ധി ഞങ്ങളുടെ MP കൂടെയല്ലേ. ഞങ്ങളുടെ ആളിനെ ഞങ്ങൾ സംശയിക്കാൻ കുറച്ചൊന്നും മടിക്കുമല്ലോ. ആരാണെങ്കിലും BJP MPക്ക് എന്തും കാണിക്കാമെന്നാണോ? 2016 അദ്ദേഹം പ്രതിരോധത്തിന്റെ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി അംഗമാണ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമാണ്. നേരത്തെ MP രാജേഷ് പറഞ്ഞതുപോലെ MP-മാർ അറിയുന്ന പല രഹസ്യങ്ങളും അറിയാവുന്ന ആളാണ്. ഇദ്ദേഹം വിദേശങ്ങളിൽ പോയി അഭിഷേക് വർമ്മയുമായി ചേർന്ന്, നേരത്തെ പറഞ്ഞ ഈ എഡ്മണ്ട് അലനുമായി ചേർന്ന് പല രഹസ്യങ്ങളും പലയിടത്തും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതറിയണ്ടേ? അവർ രേഖാമൂലം കാണിക്കുന്നു. ഇതിനകത്ത് സൈബർ വിദഗ്ധരുടെ പരിശോധന നടത്തിക്കോളൂ, ഇതിനകത്ത് മോർഫിംഗ് ഇല്ല എന്ന് പറയുന്നു. അതിലെ സ്വകാര്യത വിടൂ, പക്ഷേ രഹസ്യങ്ങൾ ചോർത്തിയോ അറിയണ്ടേ? ഇദ്ദേഹം റഷ്യൻ എംബസിയിൽ പോയി അനധികൃതമായി പല ഇടപാടുകളിലും ഇടപെട്ടു എന്ന് അഭിഷേക് വർമ്മ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങളിൽ സത്യം എന്താണെന്ന് അറിയണ്ടേ? രാജ്യം ഇടപെടണ്ടേ? MP-യോട് രാജിവെക്കാൻ പറയണ്ടേ? മാറി നിൽക്കാൻ പറയണ്ടേ? മനേകാ ഗാന്ധി എന്ന മന്ത്രി ഈ കാര്യത്തിൽ എന്ത് സഹായിച്ചു എന്ന് അറിയണ്ടേ? ആ കാര്യത്തിൽ മന്ത്രിയോട് രാജിവെക്കാൻ പറയണ്ടേ? വളരെ ഗുരുതരമാണ് ശ്രീ TG മോഹൻദാസ്. അല്ല, ഒരു കാര്യം കൂടെ പറയാത്തത് എന്താ? ഈ അഭിഷേക് വർമ്മയുടെ അച്ഛനും അമ്മയും കോൺഗ്രസിൻ്റെ MP-മാരായിരുന്നു. അവരെ അറസ്റ്റ് ചെയ്യണ്ടേ? അവരെ ചോദ്യം ചെയ്യണ്ടേ? അപ്പൊ ഇതൊക്കെ അറിഞ്ഞിട്ടാണോ താങ്കൾ മിണ്ടാതിരിക്കുന്നത്? പതിഞ്ഞ മട്ടിൽ ഷാനവാസ് സംസാരിച്ചത്, മോഹൻദാസ് സംസാരിച്ചത് സ്വന്തം ആളിനെ, മോഹൻദാസ് പതിഞ്ഞ മട്ടിൽ സംസാരിക്കുന്നത് സ്വന്തം ആളിനെ സംരക്ഷിക്കാൻ എനിക്കതിൽ കുറ്റബോധമൊന്നുമില്ല. പക്ഷേ ഷാനവാസ് എന്തുകൊണ്ടാണ് വളരെ കാലിബ്രേറ്റഡ് ആയിട്ട് സംസാരിച്ചത്? അതാണ് എനിക്ക് ചോദിക്കേണ്ടത്. ശ്രീ ഷാനവാസിനോട് അങ്ങ് അപ്പോൾ ഇടപെട്ട് ചോദിക്കണമായിരുന്നു. ശ്രീ ഷാനവാസ് അതിന് മറുപടി പറയുമായിരിക്കും. അങ്ങും ഷാനവാസും അല്ലെങ്കിൽ കോൺഗ്രസും BJPയും ചേർന്നുള്ള കളിയാണോ ഇത്? അതാണ് ഞാൻ ചോദിച്ചത്. 2010 മുതൽ കോൺഗ്രസ് ആണല്ലോ ഭരിച്ചത്. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ചേർന്നുള്ള കളിയാണോ ഇത്? ലാലിനും അറിയാം, ഇരിക്കുന്ന രാജേഷിനും അറിയാം, എന്തൊക്കെ വന്നു കഴിഞ്ഞാലും മറ്റൊരാൾ സംസാരിക്കുമ്പോൾ ഞാൻ ഇൻ്ററപ്റ്റ് ചെയ്യാറില്ല. ആ മനുഷ്യൻ എന്നെ അധിക്ഷേപിച്ചാലോ ചീത്ത പറഞ്ഞാലോ ഞാൻ ഇൻ്ററപ്റ്റ് ചെയ്താലും മാധ്യമത്തെ എങ്ങനെ ബുദ്ധിപരമായി തന്ത്രപരമായി ഉപയോഗിക്കണമെന്ന് അറിയാവുന്ന ആളാണ്. അതിനെ സംബന്ധിച്ച് പരിപാടി ചെയ്യുന്ന ആളാണ്. ഇതൊന്നും അറിയാത്തത് കൊണ്ടല്ല. എനിക്കറിയേണ്ടത് ഉത്തരമാണ്. ഇന്ന് ലിമിറ്റഡ് സമയമേ ഉള്ളൂ. അങ്ങക്ക് പറയാം കൃത്യമായി. പഴയ ശീലങ്ങളിൽ സംഘപരിവാർ ശക്തികൾ BJP പ്രധാനമന്ത്രി ഒന്നും ഇടപെടുന്നത് കാണുന്നില്ല. വരുൺ ഗാന്ധി MP BJPയുടെ ആളാണ്. ഇത്തരത്തിൽ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തിയോ ഇല്ലയോ എന്ന് സംശയം രാജ്യത്തിനുണ്ട്, രാജ്യത്തെ പ്രധാനപ്പെട്ട MP-മാർക്കുണ്ട്. കോൺഗ്രസ് ഇനി വരുമോ വരാതിരിക്കുകയോ ചെയ്യട്ടെ, അല്ലെങ്കിൽ എന്തുകൊണ്ട് കോൺഗ്രസ് വന്നില്ല എന്ന് മറ്റുള്ളവർ ചോദിക്കും. ഈ കാര്യത്തിൽ ഒരു അന്വേഷണം പ്രഖ്യാപിക്കേണ്ട സമയം ഇതിനകം കഴിഞ്ഞില്ലേ? പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കത്ത് ചോർന്നത് എങ്ങനെ? പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കത്ത് ചോർന്നു എന്ന് ലാൽ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. ഇങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടില്ല. അങ്ങനെ ചോർന്നൊരു കത്തുണ്ടോ പ്രധാനമന്ത്രിയുടെ ഇൻവേർഡ് നമ്പറും സംഗതിയൊക്കെ ആയിട്ട്? പ്രധാനമന്ത്രിയുടെ എനിക്കറിയില്ല. ഞാനിതറിയുന്നത് ആ ഒരു അമേരിക്കക്കാരൻ്റെ ആരോപണം. സോഷ്യൽ മീഡിയയിലുണ്ട്, നാരദ ഓൺലൈൻ ഇപ്പോൾ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അങ്ങേക്ക് സംശയമുണ്ടെങ്കിൽ അതിന് നോക്കാം. അവർ തെറ്റാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഇടപെടാം, അവരെ കെട്ടിക്കാം. ഇതൊന്നും ചെയ്തിട്ടില്ല. കൃത്യമായ അന്വേഷണം പറഞ്ഞിട്ടില്ല, മറുപടി പറഞ്ഞിട്ടില്ല. അല്ല, ഇത്
ഏയ് ഈ സോഷ്യൽ മീഡിയയിൽ കറങ്ങുന്ന ഡോക്യുമെന്റ്സ് വെച്ചിട്ട് എടുത്തു ചാടാൻ ഒരു സർക്കാരിന് പറ്റില്ല ലാൽ. സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാം ആരോപണങ്ങൾ രാജ്യവിരുദ്ധമായി സോഷ്യൽ എന്തെങ്കിലും മീഡിയയിൽ വന്നാൽ വരുന്നു. അവരെ ഈവൻ മെയിൻ അറസ്റ്റ് സ്ട്രീം ചെയ്ത് മീഡിയയിൽ കൊണ്ടുപോകാം. വരുന്നു. ശ്രീ ടി ജി മോഹൻദാസ്, അന്യോന്യം അവരെ കുറിച്ച് അവർ പിന്നെ ഒന്നും മിണ്ടില്ല. അങ്ങനെ എന്തും തോന്നിയതുപോലെ സോഷ്യൽ മീഡിയയിൽ പറ്റില്ല, ഒരു കൊണ്ടുപോകാമല്ലോ. മീഡിയയിലും പറ്റില്ല. പറ്റില്ല ശരി. അതിപ്പോൾ അത്ര ഗൗരവമുള്ളൊരു കാര്യമായിട്ട് തോന്നി സർക്കാർ മെഷീനറി ചലിച്ച് ചിലപ്പോൾ അത് ചെയ്തെന്നും വരും. ഇതിപ്പോ ശ്രീ ടി ജി മോഹൻദാസ് അറിയേണ്ട ഒറ്റ കാര്യം ഇതേ ഉള്ളൂ. രാജ്യ സ്നേഹവുമായി ബന്ധപ്പെട്ട പ്രതിരോധ രഹസ്യങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളിൽ BJPക്ക് ഇപ്പോൾ പുതിയ നയമാണോ, അതോ നേരത്തെ ഉണ്ടായിരുന്ന നയോ ഇത് തന്നെയാണോ? ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണോ നിങ്ങൾ ഇത്രയും കാലം കപട രാജ്യസ്നേഹം കാണിച്ചത്? ഈ JNU പിള്ളേർക്ക് നേരെയൊക്കെ നിങ്ങൾ പെരുമാറിയത് അതൊന്ന് തുറന്നു പറഞ്ഞേക്കൂ ശ്രീ ടി ജി മോഹൻദാസ്. ഇതാണ് ഇപ്പോൾ ദ കാറ്റ് ഈസ് ഔട്ട് ഓഫ് ദ ബാഗ്. ലാലിൻ്റെ അജണ്ട JNUവിൽ പറ്റിയ അബദ്ധം ഒന്ന് ബാലൻസ് ചെയ്യുക, ഈ കഥ വെച്ചിട്ട് ഇവനെ പൊലിപ്പിച്ചിട്ട് ഒന്ന് ബാലൻസ് ചെയ്യുക. നിർഭാഗ്യവശാൽ PV തോമസോ ഷാനവാസോ അതിന് കൂട്ടുനിന്നില്ല. അല്പം മനസാക്ഷിയും മര്യാദയൊക്കെ ഉള്ളതുകൊണ്ട് രാജേഷും PV തോമസ് പറഞ്ഞ വിഷയത്തിലേക്ക് ഞാൻ വരുന്നതേ ഉള്ളൂ. ശ്രീ ടി ജി മോഹൻദാസ്, PV തോമസ് പറഞ്ഞത് എന്താണ്? അത് തന്നെയാണ് ശ്രീ MI ഷാനവാസും പറഞ്ഞത്. ഈ വരുൺ ഗാന്ധി അങ്ങനെ മുകളിൽ കയറി പോകുന്നതിന് ഇഷ്ടമില്ലാത്ത പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ അമിത്ഷായുടെ ആളുകൾ, അല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രി ആകാൻ ആഗ്രഹിക്കാത്ത ഏതോ BJP പ്രമുഖർ അദ്ദേഹത്തെ ഇപ്പോൾ പെടുത്തിയിട്ടുണ്ടാകാം. അത് അന്വേഷിക്കണമെന്നാണ് പറഞ്ഞത്. അത് നിങ്ങളുടെ പ്രശ്നം അതായതുകൊണ്ടാണോ അന്വേഷിക്കാത്തത്? എന്തെങ്കിലും ഒരു ഭാഗത്ത് നിൽക്കൂ. അല്ല, ഈ അന്വേഷിക്കണമെങ്കിൽ ഒരു സർക്കാരിന് അന്വേഷിക്കണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ, ബോധ്യം വന്ന കാര്യങ്ങൾ അവരന്വേഷിച്ചോളും. പാർട്ടിയുടെ നിലപാട് പറഞ്ഞും കഴിഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞത്, ഇപ്പോൾ രാജേഷ് പറഞ്ഞില്ലേ, ഞാൻ കോൺസ്പിറസി അല്ല ഞാൻ പറഞ്ഞത്, ഡെവലപ്പിംഗ് സ്റ്റോറിയാണ്. ഇത് വീണ്ടും ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളായിട്ട് പുറത്തു വരും. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പൊക്കെ എടുക്കുന്ന സമയത്ത് അതാണല്ലോ ഒരു സമ്പ്രദായം നമ്മൾ കണ്ടുവരുന്നത്. ഇതായിരുന്നു എൻ്റെ കമന്റ്. ഈ ചെയ്ത ആളുകൾ അതിനുവേണ്ടി ഒരുങ്ങി കഴിഞ്ഞു എന്ന് ശ്രീ ടി ജി മോഹൻദാസിന് അറിയാം. BJPയുടെ തലപ്പത്തുള്ളവരാണ് ഇതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ കോൺസ്പിറസി നടക്കുന്നത് BJPയുടെ തലപ്പത്ത് നിന്ന് തന്നെയാണ്. ശ്രീ നരേന്ദ്രമോദി ഉണ്ട്, ശ്രീ അമിത്ഷാ ഉണ്ട്, ഉത്തർപ്രദേശിലെ പാർട്ടിയുടെ തലപ്പത്തുള്ളവരുണ്ട്, വരുൺ ഗാന്ധി അവിടെ മുഖ്യമന്ത്രിയാകുന്നത് ആഗ്രഹിക്കാത്ത ആളുകളുണ്ട്. ഇതാണ് കോൺസ്പിറസി. അതുകൊണ്ട് അവരായിരിക്കാം പണ്ടുള്ള ചിത്രങ്ങൾ എടുത്ത് ഇപ്പോൾ ഈ ആയുധത്തിന്റെ കഥയും കൂടെ വന്നപ്പോൾ അത് മാധ്യമങ്ങൾക്ക് ലീക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടാകുക. ഇതാണ് കോൺസ്പിറസി എന്നാണോ താങ്കൾ സമ്മതിക്കുന്നത്? അല്ല, ഞാനത് സമ്മതിച്ചില്ലല്ലോ. ഞാൻ കോൺസ്പിറസി എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിച്ചില്ല എന്ന് ആവർത്തിച്ച് പറയുന്നു. ഡെവലപ്പിംഗ് സ്റ്റോറി എന്നാണ് ഞാൻ പറയുന്നത്. ഒരു നിമിഷം ലാല് പറഞ്ഞ കഥ വിശ്വസിച്ചുകൊണ്ട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഉത്തർപ്രദേശിൽ വരുൺ ഗാന്ധിയെ മുഖ്യമന്ത്രിയാക്കാൻ നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നില്ല, അമിത്ഷായോ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ വേണ്ട, അവർക്ക് ആക്കാതിരുന്നാൽ പോരല്ലേ? അവരല്ലേ ആക്കുന്ന ആൾക്കാർ. അവർക്കിങ്ങനെ നാടകം കളിക്കേണ്ട ആവശ്യം എന്താ? ഉത്തർപ്രദേശിൽ വരുൺ ഗാന്ധി മത്സരിക്കേണ്ടെന്ന് തീരുമാനിച്ചാൽ കഴിഞ്ഞില്ലേ അദ്ദേഹത്തിൻ്റെ കഥ? ശ്രീ ടി ജി മോഹൻദാസ്, ഈ നാടകത്തിന്റെ പ്രാരംഭഘട്ടം ഇങ്ങനെയൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാതെ തന്നെ അങ്ങേക്ക് അറിയാം. ആ നാടകത്തിന്റെ ക്ലൈമാക്സിലേക്ക് പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ തുടക്കമിടുക. ഇങ്ങനെയാണ് ഒരാളെ പുറത്തേക്ക് മാറ്റി നിർത്തുക എന്നുള്ളത് നമ്മൾ രാഷ്ട്രീയത്തിൽ എവിടെയൊക്കെ കണ്ടിരിക്കുന്നു. ഞാൻ തിരിച്ചു വരാം. ശ്രീ MB രാജേഷ്, ഈ തുടക്കത്തിലെ രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലെ ചോദ്യത്തിന് ഉത്തരമില്ല. ആഭ്യന്തര രാഷ്ട്രീയമാണോ എന്നുള്ള ചോദ്യത്തിൽ നിന്ന് വീണ്ടും വഴുതി മറ്റേ ഭാഗത്തേക്ക് പോകുന്നു. ഇവിടെ നേരത്തെ ശ്രീ MI ഷാനവാസ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇദ്ദേഹം വരുൺ ഫിറോഷ് ഗാന്ധി ആയതുകൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് അവർ നിരീക്ഷിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. ഇതിൽ ഏത് ഭാഗത്താണ് ശരിയായ വിഷയം എന്നുള്ള ആശങ്ക ഇപ്പോഴും ഉണ്ടോ? ആ ആശങ്ക പൂർത്തീകരിക്കപ്പെടുന്നതുവരെ കാത്തു നിൽക്കേണ്ടതുണ്ടോ ഈ കാര്യത്തിൽ ഒരു നിലപാടെടുക്കാൻ? ലാൽ, ആഭ്യന്തര രാഷ്ട്രീയത്തിലെ ചോദ്യത്തിൻ്റെ ഉത്തരം അത്ര പ്രധാനപ്പെട്ടതല്ല. അത് അവരെ ബാധിക്കുന്ന കാര്യമാണെന്ന് വയ്ക്കുക. ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഉത്തരങ്ങൾ BJPയുടെ സംഘപരിവാറിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇപ്പോഴും കിട്ടാനുണ്ട്. ദീൻദയാൽ ഉപാധ്യായയുടെ മരണത്തിന്, കൊലപാതകത്തിന് വർഷങ്ങൾക്ക് ശേഷവും അതിനുത്തരം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ആരാണ് കൊന്നത്, എന്തിനാണ് കൊന്നത് എന്നുള്ളത് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. കണ്ടെത്തണമെന്ന യാതൊരു നിർബന്ധവും BJP 2 തവണ അധികാരത്തിൽ വന്നിട്ടും അവർക്കില്ല എന്നത് വളരെ വിചിത്രവുമാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ തിരോധാനത്തെക്കുറിച്ച് അവർക്ക് കണ്ടെത്തണമെന്ന് നിർബന്ധമുണ്ട്. അവർ അന്വേഷണങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. പക്ഷേ സ്വന്തം നേതാവിൻ്റെ, സ്വന്തം ആചാര്യൻ്റെ
കൊലപാതകം എങ്ങനെ സംഭവിച്ചു, ആരുത്തരവാദി, അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണ്ടേ, ആ കാര്യങ്ങൾക്കൊന്നും അവർ ഉത്തരം കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ അതിനേക്കാൾ വലുതല്ല വരുൺ ഗാന്ധിയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വരുൺ ഗാന്ധി ബലിയാടായതാണോ അല്ലയോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം. കാതലായിട്ടുള്ള പ്രശ്നം ഇത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ആരോപണമാണ്. ഞാൻ അടിവരയിട്ട് പറയുന്നു, ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. ആ ആരോപണത്തിന് ഉപോത്ബലകം എന്ന് പറയുന്ന കുറേ ഫോട്ടോകൾ, വിഷ്വൽസ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അതിൻ്റെയും ആധികാരികത തെളിയിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ശരി, സമ്മതിച്ചു. പക്ഷേ ഈ ആരോപണം എത്ര നിസ്സാരമായിട്ടാണ് ശ്രീ മോഹൻദാസ് ഇവിടെ പറഞ്ഞത്. പൂച്ച പുറത്ത് ചാടി എന്ന് അദ്ദേഹം പറഞ്ഞു. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പൂച്ചയാണ് ഇപ്പോൾ പുറത്ത് ചാടിയത്. കാരണം അദ്ദേഹം പറഞ്ഞു, എന്തുകൊണ്ട് അന്വേഷിച്ചില്ല എന്ന് ചോദിച്ചാൽ അന്വേഷിച്ചില്ല, അത്രയേ ഉള്ളൂ. അതാണ് അതിലെ ഒരു മുഷ്ക് എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് സൗകര്യമില്ല ഞങ്ങളുടെ ആളെക്കുറിച്ച് ആരോപണം ഉയർന്നു വന്നാൽ അന്വേഷിക്കാൻ. ഇവിടെ എല്ലാവരും കേട്ടത്, ഒന്നുകൂടി വേണമെങ്കിൽ ഒന്നുകൂടി റീപ്ലൈ ചെയ്യാവുന്നതാണ്. എന്തുകൊണ്ട് അന്വേഷിച്ചില്ല എന്ന് ചോദിച്ചാൽ അന്വേഷിച്ചില്ല, അത്രയേ ഉള്ളൂ. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, JNU ഒന്നും ഇതിലെടുത്തിടണ്ട എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. എങ്ങനെ ഇടാതിരിക്കും? ഇവിടെ വ്യാജ വീഡിയോയുടെ മുകളിലാണല്ലോ JNUവിൽ വിദ്യാർത്ഥികൾക്കെതിരായിട്ട് രാജ്യദ്രോഹ കുറ്റം ചുമത്തിയത്. വ്യാജ വീഡിയോയുടെ പേരിലായിരുന്നല്ലോ. രോഹിത് വെമുല രാജ്യദ്രോഹിയാണ് എന്ന പ്രസ്താവന വന്നത് എന്ത് രാജ്യദ്രോഹ പ്രവർത്തനത്തിൻ്റെ തെളിവിൻ്റെ പേരില? തെളിവ് പോട്ടെ, ആരോപണം എന്താണ് ഉണ്ടായിരുന്നത്? മുസഫർനഗർ കലാപത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ പ്രദർശിപ്പിച്ചപ്പോൾ രാജ്യദ്രോഹി എന്നാണല്ലോ മുദ്രകുത്തിയത്. അങ്ങനെ നമ്മുടെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികൾ രാജ്യദ്രോഹികളാണ് എന്ന് മുദ്രകുത്തിയത് ഇതുപോലെ എന്തെങ്കിലും ആരോപണം വന്നതിൻ്റെ പേരിലാണോ? അപ്പോൾ ഇതുമായിട്ടൊന്നും ബന്ധപ്പെടുത്തരുത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെതിരായിട്ട് ആരോപണം വന്നാൽ അത് മറ്റൊന്നുമായിട്ട് ബന്ധപ്പെടുത്താൻ പാടില്ല എന്നൊക്കെ പറയുന്നത് നേരത്തെ പറഞ്ഞ വാദമാണ്. ഞങ്ങൾ അന്വേഷിച്ചില്ല, അത്രയേ ഉള്ളൂ എന്ന വാദം തന്നെയാണ്. അതിപ്പോൾ ആളുകളെല്ലാവരും കേട്ടത് നന്നായി. ഇതാണ് ഞങ്ങളുടെ സമീപനം. മാത്രമല്ല, രാജ്യസ്നേഹത്തിൻ്റെ എന്ത് തരത്തിലുള്ള രാജ്യസ്നേഹമാണ് ഈ ഹിന്ദുത്വ ശക്തികൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഇന്ന് വന്ന വാർത്ത എന്താണ്? 5 കോടി രൂപ വേണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു മുംബൈയിലെ ബോളിവുഡിലെ ചില ചലച്ചിത്ര നിർമ്മാതാക്കളോട് രാജ് താക്കറെയും കൂട്ടരും. 5 കോടി രൂപ വേണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ രാജ്യസ്നേഹത്തെ വിറ്റ് കാശാക്കുന്നു എന്നല്ലേ നമ്മൾ കാണുന്നത്. അവരുടെ സിനിമ റിലീസ് ചെയ്യണമെങ്കിൽ 5 കോടി രൂപ നൽകണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്തിൻ്റെ പേരിൽ? പാകിസ്ഥാനി കലാകാരന്മാർ ആ സിനിമയിലുണ്ട്. പാകിസ്ഥാൻ കലാകാരന്മാരുണ്ടെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ രാജ്യസ്നേഹം 5 കോടി കൊണ്ട് തീർക്കാവുന്ന കാര്യമായിട്ടാണോ സംഘപരിവാർ കണക്കാക്കുന്നത്, അല്ലെങ്കിൽ ഹിന്ദുത്വ ശക്തികൾ കണക്കാക്കുന്നത്? അപ്പോൾ പുറത്തു വരുന്നത് ഇവരുടെ ബാഗിലുണ്ടായിരുന്ന പൂച്ചയാണ്. അതാണ് ഇപ്പോൾ പുറത്തു ചാടുന്നത്. ഞാനിപ്പോഴും വരുൺ ഗാന്ധിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആരോപണം എന്ന് തന്നെ പറയുന്നു. തെളിയിക്കുന്നത് വരെ അതെല്ലാം ആരോപണമാണ്. പക്ഷേ ഗുരുതരമായ ആരോപണമാണ് ശ്രീ മോഹൻദാസ്. താങ്കൾ ഇങ്ങനെ നിസ്സാരവൽക്കരിക്കുന്നത് പോലെ ചെറിയ കാര്യമല്ല, വളരെ വളരെ ഗുരുതരമായ ആരോപണമാണ്. എന്നാൽ താങ്കൾ ഇതിനു മുമ്പ് പല ആരോപണങ്ങളും വന്നപ്പോൾ ഇങ്ങനെയല്ലല്ലോ, താങ്കൾ എന്ന് പറഞ്ഞാൽ താങ്കൾ പ്രതിനിധീകരിക്കുന്ന ആളുകൾ ഇങ്ങനെയല്ലല്ലോ പ്രതികരിച്ചിട്ടുള്ളത്. അതിനും അദ്ദേഹം മറുപടി പറഞ്ഞു. അദ്ദേഹം കുറേ സത്യസന്ധനായിട്ടാണെന്ന് സംസാരിക്കുന്നത്. അദ്ദേഹം വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ആളാവുമ്പോൾ ഞങ്ങൾ സംരക്ഷിക്കുമല്ലോ, മറ്റുള്ളവരുടെ കാര്യത്തിലാണെങ്കിൽ ഞങ്ങൾ ചാടി വീണേനെ എന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിൻ്റെയോ CPM-ൻ്റെയോ ആളാണെങ്കിൽ ഞങ്ങൾ ചാടി വീണേനെ. ഇതിനെയാണ് കാപട്യം എന്ന് പറയുന്നത്. നിങ്ങളുടെ രാജ്യസ്നേഹം ഒരു ഹിപ്പോക്രസിയാണ് എന്നാണ് താങ്കളുടെ തന്നെ വാക്കുകളിലൂടെ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കുന്നത്. ശ്രീ TG മോഹൻദാസ്, അതിന് താങ്കൾ മറുപടി പറയേണ്ടതുണ്ട്. ഇന്ന് താങ്കൾ തുടക്കം മുതൽ എടുത്തിരിക്കുന്ന തന്ത്രം താങ്കൾ ഇടയ്ക്കിടയ്ക്ക് ഇത്തരം പരിപാടികൾ എടുക്കുന്നതാണെന്നുള്ളത് എനിക്കറിയാം, നമുക്കറിയാം. കാരണം ഒരു ചർച്ചയിൽ നമ്മുടെ സ്റ്റാൻഡ് വീക്കാവുന്നു എന്ന് തോന്നുമ്പോൾ വളരെ മയത്തിൽ അതിനെ വളരെ സോഫ്റ്റായി തർക്കിക്കാതെ വളരെ സോഫ്റ്റായി മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ താങ്കൾ ഇല്ലാത്ത തെളിവുകൾ വരെ നിരത്തുന്ന ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ താങ്കളെ കുറ്റപ്പെടുത്തുകയല്ല. എവിടുന്നെങ്കിലുമൊക്കെ ലിങ്കുകൾ താങ്കൾ കൊണ്ടുവരാറുണ്ടെന്നുള്ളത് എനിക്കറിയാവുന്ന കാര്യമാണ്, അങ്ങേക്കും അറിയാവുന്ന കാര്യമാണ്. പഴയ വീഡിയോ വേണമെങ്കിൽ എടുക്കാം. ഞാൻ താങ്കളെ അധിക്ഷേപിക്കുകയല്ല, താങ്കൾക്ക് അത് അറിയാമെന്നുള്ള കാര്യം ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. പക്ഷേ ഈ കാര്യത്തിൽ താങ്കൾ ഉത്തരം പറയാതെ പോകുകയാണെങ്കിൽ ഇന്ന് രാജ്യത്ത് എക്സ്പോസ് ചെയ്യപ്പെടാൻ പോകുന്നത് ഈ രാത്രിയിൽ BJP ആണ്. ചുരുങ്ങിയ പക്ഷം കേരളത്തിലെ പ്രേക്ഷകർക്ക് മുമ്പിലെങ്കിലും BJPയുടെ കപട ദേശസ്നേഹം എന്നുള്ള കാര്യം എക്സ്പോസ് ചെയ്യപ്പെടും. ശ്രീ TG മോഹൻദാസ്, ഈ കാര്യത്തിൽ ആയുധ വ്യാപാരത്തിൻ്റെ കാര്യത്തിൽ വരുൺ ഗാന്ധി ഇടപെട്ടിട്ടുണ്ടോ എന്നൊരു സംശയം ഒരാഴ്ചയായി ഇങ്ങനെ കിടന്ന് കറങ്ങുമ്പോൾ അതിനകത്തൊരു തീരുമാനം പോലും പറയാതെ ഞങ്ങൾ വേണമെങ്കിൽ അന്വേഷിക്കും, ഞങ്ങളുടെ ആളെ ഞങ്ങൾ സംരക്ഷിക്കും എന്ന നിലപാടെടുക്കുന്നത് BJPയുടെ കപട രാഷ്ട്രീയ ദേശസ്നേഹമാണെന്ന് ഈ 5 കോടിയുടെ കഥയും ഈ സംഭവവും കൂടി പറയും. ശ്രീ TG മോഹൻദാസ്, തണുത്തിരിക്കരുത്. നമ്മുടെ ഇത് ആദ്യത്തെ ചർച്ചയൊന്നും അല്ലല്ലോ.
ഞാൻ ലാലിന് ലിങ്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നിട്ടുമുണ്ട്. ലാൽ അത് വായിച്ചിട്ടുമുണ്ട്. അതൊക്കെ പോട്ടെ, അതൊക്കെ പഴയ കഥ. ഞാൻ പിന്നെ അതൊന്നും പാടിക്കൊണ്ട് നടക്കാറൊന്നുമില്ല. ഒരു ചർച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിന്നാലെ പോയിട്ട് മറ്റ് പല സ്ഥലത്തും കയറി ചർച്ച ചെയ്യുന്ന സ്വഭാവം എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അത് ചൊല്ലി എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പറയുന്നുണ്ടാവും, അത് കാര്യമല്ല. ഞാൻ ഈ പറഞ്ഞതേ, ഇപ്പോൾ ഈ സാധനം പുറത്ത് വന്നിട്ട് എത്ര നാളായി, എത്ര മണിക്കൂറായി? ഉടനെ തന്നെ അങ്ങോട്ടൊരു CBI അന്വേഷണം അല്ലെങ്കിൽ NIA അന്വേഷണം പ്രഖ്യാപിക്കുന്നില്ല എന്നുള്ളതാണല്ലോ പരാതി. ഇതിൻ്റെ കൂടുതൽ തെളിവുകൾ വരുമ്പോൾ ഉറപ്പായിട്ടും അന്വേഷണം ഉണ്ടാകും, നടപടി ഉണ്ടാകും എന്നാണ് ഞാൻ തുടക്കത്തിലെ തന്നെ പറഞ്ഞത്. ശ്രീ TG മോഹൻദാസ് മറ്റു പാർട്ടിക്കാർ ആരെങ്കിലുമാണ് അത് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോ പാകിസ്ഥാൻ താരങ്ങൾ അഭിനയിച്ച സിനിമയുടെ കാര്യത്തിൽ സംഘപരിവാറിന്റെ ചില ശക്തികൾ എടുത്ത നിലപാട് നമുക്കറിയാമല്ലോ. അവിടെയാണല്ലോ 5 കോടിയിൽ ഒതുക്കിയത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവരെ വളരെ മുറുകെ പിടിക്കാൻ BJPക്ക് സാധിക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ തന്നെ സ്വന്തം വരുൺ ഗാന്ധിയല്ലേ? നിങ്ങൾക്ക് ഉടനെ തന്നെ നടപടിയെടുക്കാമല്ലോ. നിങ്ങൾക്ക് പെട്ടെന്ന് ഇതിനകത്ത് ഇടപെടാൻ സാധിക്കുമല്ലോ, മാറ്റി നിർത്താൻ സാധിക്കുമല്ലോ. ഇത് വരുൺ ഗാന്ധി മാത്രം ഇടപെട്ട വിഷയമല്ലാത്തത് കൊണ്ടാണോ ഈ തണുപ്പ്? അല്ല, ലാലി പറയുന്നത് വരുൺ ഗാന്ധി ഒരു മന്ത്രിയോ വല്ലതാണെങ്കിലും മാറ്റി നിർത്താം. വരുൺ ഗാന്ധി ഇപ്പോൾ എന്ത് ചെയ്യണം? MP സ്ഥാനം റദ്ദാക്കി പറഞ്ഞു വിടണം. അങ്ങനെ ഒരു വകുപ്പില്ലല്ലോ. അദ്ദേഹത്തിന് മേൽ അന്വേഷണം, അദ്ദേഹത്തിന് താക്കീത്, പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കത്ത് പോയി എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചുള്ള അന്വേഷണം. ഇത് രാജ്യത്തിന്റെ ജനങ്ങൾക്ക് സ്വന്തം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് വന്ന ഒരു കറുത്ത ഏടാണിത്. അത് തിരുത്താനുള്ള ഒരു ഉത്തരവാദിത്തമുണ്ട് സർക്കാരിന്. ഒപ്പം തന്നെ ശ്രീ വരുൺ ഗാന്ധി ഒരു മന്ത്രിയുടെ പുത്രനാണ്. ആ മന്ത്രിയുമായി എന്താണ് മാതൃപുത്ര ബന്ധമാണ്. ആ ബന്ധത്തിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ കൈമാറാം ശ്രീ TG മോഹൻദാസ്? സംശയമുണ്ടാകും ആളുകൾക്ക്. അങ്ങനെ അത് ആരോപണമായിട്ട് കരുതരുത്, സംശയങ്ങളാണ്. ഇതൊക്കെ നാളെ ഉണ്ടാകാം, എൻ്റെ മാത്രം വാദങ്ങളല്ല. ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ നമ്മുടെ നാട്ടിൽ ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ജഡ്ജിമാർ പറയാറുണ്ടല്ലോ, സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതമായിരിക്കണമെന്ന്. താങ്കൾ തന്നെ പലരെയും കുറിച്ച് ചർച്ചകളിൽ വന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ന്യായം മാത്രമേ ഉള്ളൂ ഇവിടെയും. അല്ല, സീസറിൻ്റെ ഭാര്യ മാത്രമല്ല, സീസറും പരിശുദ്ധനായിരിക്കണം. അക്കാര്യത്തിലൊന്നും തർക്കമൊന്നുമില്ല. വരുൺ ഗാന്ധിയുടെ അമ്മ മേനകാ ഗാന്ധിയാണെന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇന്നലെ ആലെന്താ ഉദ്ദേശിക്കുന്നത്? രാഹുൽ ഗാന്ധിയുടെ അമ്മയാണ് സോണിയാഗാന്ധി. രാഹുൽ ഗാന്ധി കുറച്ചു കാലം മുമ്പ് ഒരു കൊളംബിയക്കാരിയും കൊണ്ട് ഇതിലേക്ക് ചുറ്റിയടിച്ച് നടന്നിരുന്നു, എല്ലാവരും കണ്ടതാണല്ലോ. ഇപ്പോൾ ആ പെങ്കൊച്ചെവിടെ? അതിന് സോണിയാഗാന്ധി സമാധാനം പറയണം, മോറലാണ്, മണ്ണാങ്കട്ടയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളൊരു കത്തെഴുതി ഇവിടെ ആ കാര്യത്തിലല്ല, മോറൽ സൈഡിലല്ല, മോറൽ ഇമ്മോറാലിറ്റിയുടെ കാര്യത്തിൽ നിങ്ങൾ തമ്മിൽ മത്സരമുണ്ടെങ്കിൽ ആ കാര്യത്തിൽ ഞാൻ ഇടപെടുന്നില്ല. ഞാൻ അവിടെ അല്ല ശ്രീ TG മോഹൻദാസ് എന്റെ ചോദ്യം വന്നത്. ഈ ആയുധ വ്യാപാരത്തിന്റെ കാര്യത്തിൽ പ്രതിരോധ രഹസ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന കാര്യത്തിൽ മന്ത്രിയുടെ ഉൾപ്പെടെയുള്ള അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ വിദേശയാത്രയിലും ഒക്കെ ഉപയോഗിക്കാൻ സാധിക്കും. ഒരു MP-ക്ക് അത് അല്ലാതെ തന്നെ ഉണ്ടാകാം. ഭരിക്കുന്ന പാർട്ടിയുടെ MP ആകുമ്പോൾ ചിലപ്പോൾ കൂടുതലുണ്ടാകാം. ഈ മന്ത്രിയുടെ പുത്രൻ കൂടി ആകുമ്പോൾ MP കൂടി ആകുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാകാം. അത് MP രാജേഷ് പറയാൻ സാധിക്കും. ഞാൻ പിന്നീട് അങ്ങനെ തട്ടിവിടല്ലേ? ഞാൻ പറയട്ടെ, MP-ക്ക് മന്ത്രിയുടെ പ്രിവിലേജസ് കിട്ടില്ല. മന്ത്രിക്ക് പലപ്പോഴും ഡിപ്ലോമാറ്റിക് പ്രിവിലേജ് കിട്ടും. MP-മാർക്ക് എപ്പോഴും അത് കിട്ടണമെന്നില്ല. അവർ സ്പെഷ്യലായിട്ട് അപ്ലൈ ചെയ്യേണ്ടിയൊക്കെ വരും. ഞാനിത് പറയുന്നത് 2012 ശ്രീമാൻ സീതാറാം യെച്ചൂരിയെ ഞാൻ കണ്ടിരുന്നു. ഇതുപോലൊരു കമ്മിറ്റിയുടെ തീരുമാനം തെറ്റായിപ്പോയി എന്ന് പറയാനായിട്ട് പാർട്ടി സമ്മേളനം കോഴിക്കോട് നടക്കുമ്പോൾ ഞാൻ പോയി കണ്ടിരുന്നു. വല്ലാർപാടൻ ടെർമിനലിനെ സംബന്ധിച്ചുള്ള ഒരു കമ്മിറ്റിയിലെ തീരുമാനം അത് പുറത്തു വന്നു, പത്രങ്ങളിൽ വന്നു. ഈ പരമരഹസ്യം എന്ന് പറയുന്ന സാധനം അന്ന് പത്രത്തിൽ വന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാം പത്രത്തിൽ പറയുന്നതിനുള്ള അതിനകത്ത് കുറച്ച് രഹസ്യം ബാക്കിയുണ്ടാവാം എന്നൊക്കെ ഒരു തർക്കം വരാം. അതിൽ എന്ത് വാങ്ങിക്കോട്ടെ. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യോ ഈ ഡാറ്റ കയ്യിലുണ്ടായിരുന്നില്ല, പാർലമെൻ്ററി സമിതിയുടെ മുമ്പിൽ വന്നിരുന്നില്ല. ഏതായാലും അതിൽ വിഷമിക്കാനില്ല, ഈ സമിതിയൊക്കെ ഒരുപാട് ശുപാർശകൾ കൊടുക്കും. എനിക്ക് പെട്ടെന്നൊരു ഇടവേളയിലേക്ക് പോകേണ്ടതുകൊണ്ട് എന്തായാലും ഈ കാര്യം മനസ്സിൽ വെച്ചിട്ടാണ് ഇതുവരെ ഇത് എടുക്കാതിരുന്നത്. ശ്രീ TG മോഹൻദാസ്, ഈ യെച്ചൂരിയെ കുറിച്ച് ഇത്രയും വലിയ രഹസ്യം ഉണ്ടായിരുന്നിട്ട് MP രാജേഷ് ഇത് തുടക്കത്തിൽ ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹം അവിടെ മിണ്ടായിരിക്കുമായിരുന്നല്ലോ. നമുക്ക് ചോദിക്കാം ഇടവേളയ്ക്ക് ശേഷം ശ്രീ MP രാജേഷിലേക്ക്. ഇടവേള. ശ്രീ MP രാജേഷ്, യെച്ചൂരിക്കും പറ്റിയിട്ടുണ്ട് അബദ്ധം, അതുകൊണ്ട് വരുൺ ഗാന്ധിക്കും ആകാം. ഇതാണ് TG മോഹൻദാസ് അവസാന മിനിറ്റുകളിലേക്ക് വെക്കുന്നത്. അത് ശരിയല്ല, അത് ശരിയല്ല ലാൽ, ശരിയല്ല. ശ്രീ TG മോഹൻദാസ്, അതിനകത്ത് എന്താണ് ഒരു ക്ലാരിഫിക്കേഷൻ, അത് കൂടെ പറയൂ. ലാൽ, ഒറ്റ കാര്യം, ഞാൻ ശ്രീ സീതാറാം യെച്ചൂരി എനിക്ക് എന്തെങ്കിലും രഹസ്യം ചോർത്തി തന്നു എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ ആകെ പറഞ്ഞത് ഈ കമ്മിറ്റികളുടെ കാര്യം
കോൺഫിഡൻഷ്യലാണ്, സീക്രട്ടാണ് എന്ന ഒരു ധാരണ വേണ്ട. കമ്മിറ്റികളുടെ കാര്യം പത്രങ്ങളിൽ വരാറുണ്ട്. അവരുടെ ടി ജി മോഹൻദാസ് ഇത് എന്തിനു വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്? അതുകൊണ്ട് ഈ കമ്മിറ്റികളുടെ കാര്യം രഹസ്യമല്ലാത്തത് കൊണ്ട് വരുൺ ഗാന്ധിക്ക് ഇത് പോയി ഈ എഡ്മണ്ട് അലനും അഭിഷേക് വർമ്മ എന്ന ആയുധ വ്യാപാരിക്കും കൊടുക്കാമെന്നാണോ, അവരുടെ ഇടപാടുകാർക്കൊക്കെ ഇതൊക്കെ ചോർത്തി കൊടുക്കാമെന്നാണോ പറഞ്ഞു വരുന്നത്? ഞങ്ങൾ പരസ്യമായിട്ടാണ് സംസാരിച്ചത്. യെച്ചൂരിയുടെ കാര്യം വിടൂ. അല്ല ഈ കാര്യം പറഞ്ഞുകൊണ്ട് വരുൺ ഗാന്ധിക്ക് ഇതൊക്കെ തോന്നിയ പോലെ ചെയ്യാമെന്നാണോ പറഞ്ഞു വരുന്നത്? കേരളത്തിലെ പാർട്ടി നേതാക്കളും എളമരം കരിമടക്കരും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് തിരക്കായിരുന്നു, ഇരിക്കാൻ നേരം ഉണ്ടായിരുന്നില്ല. നിന്നു, സംസാരിച്ചു. ഞാൻ ഈ കടലാസൻ്റെ നിവേദനം കയ്യിൽ കൊടുത്തു. അദ്ദേഹം തിരിച്ചുപോയി. വെറുതെ അദ്ദേഹത്തെ ഒരു വിവാദത്തിൽ ചേർക്കല്ലേ. ഞാൻ ആകെ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. കമ്മിറ്റിയുടെ കാര്യങ്ങൾ പുറത്തു വരിക എന്നുള്ളത് സർവ്വസാധാരണമായ ഒരു കാര്യമാണ്. അതിനകത്ത് ഈ പറയുന്ന മാതിരി രാജ്യസുരക്ഷയ്ക്ക് വിഘാതമാകുന്ന കാര്യങ്ങളൊന്നും തന്നെ കമ്മിറ്റികളിൽ ചർച്ച ചെയ്യുക. വീണ്ടും ആ നിലപാടിൽ തന്നെയാണ് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കമ്മിറ്റികൾ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ അത് ചോരുന്നെങ്കിൽ ചോരട്ടെ, എവിടെ കൊടുത്താലും കുഴപ്പമില്ല. അല്ല, സീതാറാം യെച്ചൂരിയെ കുറിച്ച് അദ്ദേഹം ആരോപണമൊന്നും പറഞ്ഞില്ല. അത് ഞാൻ അംഗീകരിക്കുന്നു. ലാലിന് കേട്ടതിലെന്തോ പെശക് സംഭവിച്ചതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ രണ്ടാമത് പറഞ്ഞത് വസ്തുതാവിരുദ്ധമാണ്. അദ്ദേഹം ആദ്യം പറഞ്ഞ കാര്യം ഇപ്പോൾ വീണ്ടും ആവർത്തിക്കുകയാണ്. അത് ദയവ് ചെയ്ത് ശ്രീ ടി ജി മോഹൻദാസ് അംഗീകരിക്കണം. വളരെ വിനയത്തോടെ ഞാൻ പറയുന്നു. അദ്ദേഹം പാർലമെൻറ്റ് മെമ്പർ അല്ലാത്തത് കൊണ്ടും ഞാൻ അതായതുകൊണ്ടും അത് എനിക്കാണ് കൂടുതൽ ആധികാരികമായിട്ട് പറയാൻ കഴിയുക. പാർലമെൻ്ററി കമ്മിറ്റികളുടെ മുമ്പിൽ പ്രധാനപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ വരും. ദയവ് ചെയ്ത് അദ്ദേഹം അങ്ങനെ അവകാശപ്പെടരുത്. താൻ പറയുന്നതാണ് അക്കാര്യത്തിൽ ശരി എന്നുള്ളത്. ഇവിടെ പൊതുജനങ്ങളിൽ നിന്ന് പാർലമെൻ്ററി കമ്മിറ്റിയും അതിൻ്റെ ചെയർമാൻമാരും പല നിവേദനങ്ങളും വാങ്ങും. അത് രഹസ്യമല്ലല്ലോ. പൊതുജനം പറയുന്ന കാര്യം രഹസ്യമല്ല, പരസ്യമാണ്. ഇപ്പം നാളെ ഞങ്ങളുടെ പാർലമെൻ്ററി കമ്മിറ്റി കൊച്ചിയിൽ വരുന്നുണ്ട്, ഊർജ്ജകാര്യ പാർലമെൻ്ററി കമ്മിറ്റി. ആ കമ്മിറ്റിയുടെ മുമ്പിൽ ഒരുപക്ഷെ പൊതുജനങ്ങൾ അല്ലെങ്കിൽ തൊഴിലാളി സംഘടന, ജീവനക്കാരുടെ സംഘടന ഒക്കെ വന്ന് നിവേദനങ്ങളൊക്കെ സമർപ്പിക്കും. അതിൽ രഹസ്യമല്ല. പക്ഷേ അദ്ദേഹത്തിന് ഈ പാർലമെന്ററി കമ്മിറ്റികളുടെ പ്രവർത്തനത്തെക്കുറിച്ച് മൊത്തത്തിൽ ആശയക്കുഴപ്പമുണ്ട്. പക്ഷേ എങ്കിലും അദ്ദേഹം ആധികാരികമായ ആണെന്ന മട്ടിൽ പറയുകയും ചെയ്യുന്നു. ശ്രീ എം പി രാജേഷ്, ടി ജി മോഹൻദാസ് ആ ആശയക്കുഴപ്പം ഈ ചർച്ചയ്ക്ക് വേണ്ടി എടുക്കുന്നത് മാത്രമാണെന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം വളരെ വിവരമുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് അത് എവിടെയൊക്കെ ഉപയോഗിക്കണം നല്ലോണം അറിയാം. അത് അല്ലാതെ ഈ കാര്യത്തിൽ അദ്ദേഹം അറിവില്ലായ്മ നടിക്കുന്നതാണ് മാത്രമേ ഞാൻ പറയുള്ളൂ. ശ്രീ എം പി രാജേഷ്, അവിടെ ഒരു കാര്യം കൂടി, ഈ പറഞ്ഞ കാര്യത്തിൽ BJP എന്ത് നിലപാടെടുക്കണമെന്ന് കൂടി അങ്ങനെയാണെങ്കിൽ ശ്രീ ടി ജി മോഹൻദാസിന് പറഞ്ഞു കൊടുക്കൂ. അടിയന്തരമായി രാജ്യത്തെ ജനങ്ങൾക്ക് എന്താണ് BJPയിൽ നിന്ന് അറിയുന്നത്? ഒന്ന് പറയാൻ സമ്മതിക്കും. ഇത് കേൾക്കൂ. ഞാൻ പറഞ്ഞത് പാർലമെന്ററി കമ്മിറ്റികളുടെ മുമ്പിൽ പ്രധാനപ്പെട്ട രേഖകൾ വരും. മറ്റെവിടെയും വരാത്ത രേഖകൾ, ഒരുപക്ഷെ പാർലമെന്റിന്റെ മുമ്പിൽ തന്നെ വെക്കാത്ത രേഖകളാണ് വരിക. പാർലമെന്റിന്റെ മുമ്പിൽ വെക്കാത്ത രേഖകൾ ചർച്ചയ്ക്കായിട്ട് പാർലമെന്ററി കമ്മിറ്റികളുടെ മുമ്പിൽ വരും. ബന്ധപ്പെട്ട വകുപ്പുകളുടെ സൂക്ഷ്മ പരിശോധനയ്ക്കുള്ള, സ്ക്രൂട്ടിനിക്കുള്ള അധികാരമാണ് പാർലമെന്ററി കമ്മിറ്റികൾക്കുള്ളത്. ശ്രീ ടി ജി മോഹൻദാസ്, താങ്കൾ നിയമമൊക്കെ നന്നായിട്ട് അറിയുന്ന ആളാണ്. പാർലമെന്ററി കമ്മിറ്റികളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച പുസ്തകങ്ങൾ ലഭ്യമാണ്. അത് ഒന്ന് വായിച്ചാൽ വ്യക്തത വരും. ഒരുപക്ഷെ വ്യക്തത വന്നാലും താങ്കൾ ഇങ്ങനെ പറയുമായിരിക്കും, അത് വേറെ കാര്യം. പക്ഷേ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ പാർലമെന്ററി കമ്മിറ്റികളുടെ മുമ്പിൽ വരും. അതുകൊണ്ടാണ് MP-മാർക്ക് നിർദ്ദേശം കൊടുക്കുന്നത്. ഒരു കമ്മിറ്റിയിൽ 543 പേരില്ല, 31 പേരാണുള്ളത്. കർശനമായിട്ടുള്ള നിർദ്ദേശമുണ്ട്. പാർലമെന്ററി കമ്മിറ്റികളുടെ മുമ്പിൽ വരുന്ന രേഖകൾ കോൺഫിഡൻഷ്യൽ ആയിട്ടാണ് കണക്കാക്കേണ്ടത്. അത് പുറത്തു പറയാൻ പാടില്ല. സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് ഞാൻ ഒന്നിടപെടുന്നത്. ഈ പാർലമെന്ററി കമ്മിറ്റികളുടെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമ്മുടെ ചർച്ചയെ കൊണ്ടുവന്ന് നിർത്താനുള്ള ശ്രീ ടി ജി മോഹൻദാസിന്റെ തന്ത്രത്തിൽ താങ്കൾ പെടരുത്. അവിടെ ഒരു ഉപദേശം താങ്കൾ കൊടുക്കുക, അതും അദ്ദേഹത്തിന് അറിവില്ലാത്തതാണെന്ന് താങ്കൾ കരുതുന്നുണ്ടെങ്കിൽ ഈ BJP രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, രാജ്യത്തിന്റെ സർക്കാർ എന്ത് നിലപാടാണ് ഈ കാര്യത്തിൽ എടുക്കേണ്ടത്? ഇനിയിപ്പോൾ എന്താണ് ജനങ്ങളോട് പറയേണ്ടത്? ഇത് ഇത്രയും പ്രധാനപ്പെട്ട ആരോപണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. ആരോപണം വളരെ ഗൗരവമുള്ളതാണ്. വരുൺ ഗാന്ധിക്കെതിരെയാണ്, ഞങ്ങളുടെ MP-ക്കെതിരെയാണ് എന്നതുകൊണ്ട് ആരോപണം ഗൗരവമില്ലാത്തതാവുന്നില്ല. നിങ്ങളും സങ്കല്പിച്ചു നോക്കൂ, സീതാറാം യെച്ചൂരിയോ MP രാജേഷോ മറ്റൊരു CPM MP-യോ ആയിരുന്നു ഈ ആരോപണത്തിൽ പ്രതിക്കൂട്ടിലെങ്കിൽ ഇങ്ങനെയായിരിക്കുമോ സംഘപരിവാറിന്റെ പ്രതികരണം? ഇങ്ങനെയായിരിക്കുമോ ശ്രീ ടി ജി മോഹൻദാസിന്റെ പ്രതികരണം? ഞങ്ങളൊക്കെ ആക്രമിക്കപ്പെടുമായിരുന്നില്ലേ ഇതിനകം തന്നെ? അപ്പോൾ ഇവിടെ വളരെ വ്യക്തമാണ് രാജ്യസ്നേഹത്തിന്റെ കാര്യത്തിൽ ഇവർ പ്രകടിപ്പിക്കുന്ന കാപട്യം. ഇത് പുതിയ കാപട്യമല്ല. കാർഗിലിൽ മരിച്ച പട്ടാളക്കാരുടെ മൃതശരീരങ്ങൾ കൊണ്ടുവരാനുള്ള ശവപ്പെട്ടിയിൽ അഴിമതി നടത്തിയെന്ന ആരോപണം ഉയർന്നു വന്നതാണ്. ശവപ്പെട്ടി കുംഭകോണം. ഇപ്പോഴിതാ
പാകിസ്ഥാൻ കലാകാരന്മാർ അഭിനയിച്ച സിനിമ റിലീസ് ചെയ്യാൻ 5 കോടി രൂപ ആവശ്യപ്പെടുന്നു. സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ട് ശ്രീ ടി ജി മോഹൻദാസ്, നിങ്ങളുടെ സംഘപരിവാർ പിന്തുണ നൽകുന്നവരുടെ, BJP-യുടെ, രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ രാജ്യസ്നേഹമാണ് സംശയത്തിന്റെ മുൾമുനയിൽ. ഇങ്ങനെ ചിരിച്ചു തള്ളരുത്. അതിന് കൃത്യമായ മറുപടി ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ എന്ത് പറയുന്നു? വരും. ഞാനൊരു കാര്യം മാത്രം ശ്രീ എം പി രാജേഷിനോട് പറയട്ടെ. ദൈവത്തെ ഓർത്ത് ഈ ശവപ്പെട്ടി കുംഭകോണം എന്നുള്ള വാക്ക് ഇനി ഉച്ചരിക്കരുത്. ഫെർണാണ്ടസ് പ്രതിരോധിക്കാൻ ഉച്ചരിക്കരുതെന്നാണോ? ഇല്ല, വേറെ എന്ത് ഉച്ചരിച്ചോളൂ. കാരണം 80 കഴിഞ്ഞ ഫെർണാണ്ടസ് അൾഷിമേഴ്സിൻ്റെ പിടിയിലാണ്. അദ്ദേഹത്തിന് ഡിഫൻസിന് മാർഗമില്ലല്ലോ. ശവപ്പെട്ടി കുംഭകോണം എന്ന് പറഞ്ഞൊരു കുംഭകോണം നടന്നിട്ടില്ല. രാജേഷ് ലോക്സഭ രാജ്യസഭ റെക്കോർഡുകൾ തന്നെ എടുത്തു നോക്കിക്കോളൂ. ഇല്ല, ഞാനിത് പറയട്ടെ. കാരണം നിങ്ങളെക്കാളൊക്കെ വലിയ വിപ്ലവകാരിയായിരുന്നു ജോർജ് ഫെർണാണ്ടസ്. നിങ്ങൾക്ക് ജോർജ് ഫെർണാണ്ടസിനെ അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കൊണ്ട് അദ്ദേഹത്തിന്റെ ചരിത്രം നിങ്ങൾ റദ്ദാക്കി കളയരുത്. അത് ശരിയല്ല. ഞാൻ ഈ ഒറ്റ ജോർജ് ഫെർണാണ്ടസിനെ ഒഴിവാക്കണം. ദൈവത്തെ ഓർത്ത് താങ്കൾക്ക് മറുപടി ഉണ്ടോ? ഇനി 10 സെക്കൻഡാണുള്ളത്. താങ്കൾ ജോർജ് ഫെർണാണ്ടസിനെ കുറിച്ച് ഇല്ല. ഈ ജോർജ് ഫെർണാണ്ടസിനെ നിരന്തരം ഭയന്ന് കഴിഞ്ഞതാണ് CPM. ഇന്നിപ്പോൾ അദ്ദേഹത്തിന് ആവതില്ല തിരിച്ചു പറയാൻ. അതുകൊണ്ട് ഏകപക്ഷീയമായിട്ട് അദ്ദേഹത്തെ ആക്രമിക്കരുത്. ഒരു ചുക്കും ചുണ്ണാമ്പുമില്ല എന്ന് കോൺഗ്രസ് സർക്കാർ തന്നെ പൊളിച്ച് അടുക്കിയതാണ് ശവപ്പെട്ടി കുംഭകോണം. ഇപ്പോഴും ശവപ്പെട്ടി മേടിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അത് പറഞ്ഞ് ഫെർണാണ്ടസിനെ ഇനി അപമാനിക്കരുത്. മനുഷ്യത്വഹീനമായ പ്രവൃത്തി ചെയ്യരുത്. മനുഷ്യത്വഹീനമായ പ്രവൃത്തി ചെയ്യരുത്. ഒരു CBI സുപ്രീം കോടതി ലോവർ കോർട്ട് പോലും ഫെർണാണ്ടസിനെ പറ്റി ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് രാജേഷ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? അത് ശരിയല്ല, അധാർമികമാണ്, മനുഷ്യത്വഹീനമാണ്. കൊണ്ടൊന്നും അതില്ലാതാവുന്നില്ല. താങ്കളോട് ഒരൊറ്റ ചോദ്യം, ജോർജ് ഫെർണാണ്ടസിനെ ആക്രമിക്കരുത്, ആക്രമിച്ചോളൂ എന്നാണോ? നോക്കൂ, രാജേഷ് സംസാരിക്കുമ്പോൾ ഞാൻ തടസ്സപ്പെടുത്തിയോ? ഞാൻ തടസ്സപ്പെടുത്തിയോ രാജേഷ് സംസാരിക്കുമ്പോൾ? ഇപ്പം ഞങ്ങളുടെ MP ഡിഫെൻസീവിലായപ്പോൾ ഞാൻ പക്വത കാണിക്കുന്നു. നിങ്ങളുടെ ഒരു ജയരാജൻ ഡിഫെൻസീവിലായപ്പോൾ 3 ദിവസം നിങ്ങളെ ഒരു മലയാളം ചാനലിലും കണ്ടില്ലല്ലോ. ഞാൻ ഒരൊറ്റ CPM-കാരനെ ഒളിച്ചോടിയില്ലേ? ഞാൻ ഒളിച്ചൊന്നും ഓടിയില്ലല്ലോ. ഞാനിവിടെ ഇരിക്കുന്ന ശാപവാക്കുകളെല്ലാം കേൾക്കുന്നു. ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പ്രവർത്തകർ. താങ്കൾ അത് വെച്ച് വരുൺ ഗാന്ധിയെ രക്ഷിക്കാൻ നോക്കരുത്. ഈ ജോർജ് ഫെർണാണ്ടസിനെ ആക്രമിച്ചോളൂ, ജോർജ് ഫെർണാണ്ടസിനെ ആക്രമിക്കരുത്, വരുൺ ഗാന്ധിയെ ആക്രമിച്ചോളൂ എന്ന നരേന്ദ്രമോദി അമിത്ഷാ തന്ത്രത്തിന്റെ കൂടെയാണോ TG മോഹൻദാസ്? നിങ്ങളുടെ മന്ത്രി കുറ്റം സമ്മതിച്ചു, നിവൃത്തികേട് കൊണ്ട് നിങ്ങൾ നടപടി സ്വീകരിച്ചു. ഞങ്ങളുടെ ആൾ കുറ്റം സമ്മതിച്ചിട്ടില്ല. എന്തിന് നടപടി എടുക്കണം? കൂടുതൽ തെളിവുകൾ വരട്ടെ എന്ന്. കൂടുതൽ തെളിവുകൾ വരട്ടെ. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ ഇടപെടുന്നു എന്നാലും ഉത്തരവില്ല. വരുൺ ഗാന്ധിക്കെതിരെ അന്വേഷണമാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. രാജ്യസ്നേഹികൾ എന്ന് അവകാശപ്പെട്ട BJP-യുടെയും സംഘപരിവാർ ശക്തികളുടെയും എവിടെ വരുൺ ഗാന്ധി വിഷയത്തിൽ? ഇതാണ് ഇപ്പോൾ രാജ്യം അന്വേഷിക്കുന്നത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ MP രാജേഷ്, ശ്രീ MI ഷാനവാസ്, ശ്രീ TG മോഹൻദാസ്, ശ്രീ PV തോമസ്. സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് പല അതിഥികളിലേക്കും അവസാനം എത്താൻ പറ്റാതെ പോയത്. ക്ഷമിക്കുക.